കർത്താവെ, ആത്മാവിൽ അപ്പാ നിന്നെ ആരാധിക്കുവാനും കർത്താവെ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽ നേരം അപ്പാ നിന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ വനടയായി തീർന്നു. അപ്പാ ഹല്ലേലൂയ, നിന്റെ വചനത്തിന് മുമ്പാകെ വീണ്ടും അടുത്തു വരുവാൻ തക്കവണ്ണം സഭയെ ഞങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. കർത്താവെ, നിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അപ്പാ യേശുവേ, അന്ത്യനാളുകളിൽ കർത്താവെ ബുദ്ധിമാനായി തീരുവാൻ, ബുദ്ധിയുള്ള കന്യകയായി തീരുവാൻ തക്കവണ്ണം ഒരുങ്ങി കർത്താവെ ഞങ്ങളുടെ കാഹളനാദത്തിൽ രൂപാന്തരം പ്രാപിക്കുന്ന നിലവാരത്തിൽ കർത്താവ് ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കുവാൻ പരിശുദ്ധ പിതാവെ ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വ്യാജന്മാരും കർത്താവെ സകലവിധ ഭോഷ്കൾ പ്രവർത്തിക്കുന്നവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം, ബലപ്പെടുത്തണമേ. അപ്പാ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഇന്ന് പകൽ നേരം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അഭിഷേകത്തിന്റെ ശക്തിയിൽ ഞങ്ങളെ നിലനിർത്തുന്നതിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, ആത്മാവിന്റെ കർത്താവെ ഭക്ഷണം ഇന്ന് പകൽ നേരം പ്രാപിക്കുവാൻ, ജീവന്റെ വചനം ഞങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരു കർത്തൃ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തു വന്നു. കർത്താവിന്റെ സന്നിധി നമ്മൾ പ്രാർത്ഥനയുടെ കൂടെ ആയിരിക്കുന്നു. നമുക്കെന്ന് ചില വചനങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കണം. ആമേൻ, സ്തോത്രം. ആദ്യമായിട്ട് നമുക്ക് റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 18ഉം 19ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 18ഉം 19ഉം വാക്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ലേഖനങ്ങളുടെ ആരംഭത്തിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ ലേഖനങ്ങളുടെ തിരുവെഴുത്തിൽ ആദ്യത്തെ ലേഖനം എന്ന് പറയുവാൻ റോമാലേഖനം, പൗലോസിന്റെ ലേഖനം ആരംഭിക്കുന്ന റോമാലേഖനത്തിലാകുന്നുവല്ലോ. റോമാലേഖനത്തിന്റെ അകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒത്തിരി വിഷയങ്ങൾ സംസാരിച്ചു വരുന്ന പൗലോസ് മനുഷ്യന്റെ നീതീകരണത്തെക്കുറിച്ചും മനുഷ്യൻ പാപത്തിൽ വീണ അവസ്ഥയെക്കുറിച്ചും സ്വന്തം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചും എല്ലാം വെളിപ്പെടുത്തിയതിനു ശേഷം മനുഷ്യൻ ഏത് കാരണത്താലാണോ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത് ആ പ്രത്യേക വിഷയത്തിലേക്ക് പൗലോസ് തിരിയുന്നതാണ് കാണുന്നത്. ആ വിഷയത്തിലേക്ക് പൗലോസിന്റെ ശ്രദ്ധ തിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ച അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. മാനവരാശി പാപത്തിൽ വീണ് കിടന്നപ്പോൾ, അവർക്ക് വീണ്ടെടുപ്പിന് സാധ്യതയില്ലാതെ കിടന്നപ്പോൾ ദൈവപുത്രനെ പാപജഡത്തിലും പാപത്തിന്റെ സദൃശ്യത്തിലും അയച്ച് പാപത്തെ ജഡത്തിൽ സ്തോത്രം ഹല്ലേലൂയ ചുമത്തി കാൽവറിയിൽ ദൈവപുത്രനെ തകർത്തു കളഞ്ഞപ്പോൾ, പാപസദൃശ്യത്തിൽ വെളിപ്പെട്ട പുത്രനാകുന്ന യേശു ക്രിസ്തു പാപനിമിത്തം തകർക്കപ്പെട്ടപ്പോൾ പാപത്തിന് പരിഹാരമായി തീർന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊക്കെയും പാപമോചനം നൽകുവാൻ തക്കവണ്ണം പുത്രനാകുന്ന യേശു ക്രിസ്തു സകലത്തിലും ജയമെടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. നമ്മുടെ പാപത്തെ നമ്മൾ നിന്ന് കഴുകിക്കളയുമ്പോൾ, ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ചേരുമ്പോൾ, നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ചിരുന്ന നാം യേശുക്രിസ്തുവിനോട് കൂടെ ചേരുമ്പോൾ നമ്മുടെ ആദാമ്യ പാപത്തെ, ജന്മപാപത്തെ പുത്രനാകുന്ന യേശുക്രിസ്തു തന്റെ രക്തത്താൽ കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗ്യകരമായ ശുശ്രൂഷയിലേക്ക് ചേർന്നവരാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ. അപ്പോൾ നമ്മെ അടുത്തത് ദൈവം നടത്തുവാനുള്ള പ്രോസസ് എന്താണെന്ന് ശ്രദ്ധിക്കണം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം. സ്നാനം കൊണ്ട് മാത്രം അവസാനിച്ചു എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ന്യൂ ജനറേഷൻ ചർച്ചകളുണ്ട്. ഒത്തിരി സ്തോത്രം ഹല്ലേലൂയ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന തെറ്റായിട്ടുള്ള പല ഉപദേശങ്ങളുമുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് മാത്രം പഠിപ്പിച്ചു വെക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ സ്നാനം എന്നുള്ളത് അടിസ്ഥാനം മാത്രമാണ് ആകുന്നത്. ലേഖനം പഠിക്കുന്ന സമയത്ത് അതിന് പല സ്റ്റേജുകളുണ്ട്. ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചു, അഭിഷേകത്താൽ രോഗശാന്തി, ഭൂതശാന്തി അല്ലെങ്കിൽ വീര്യപ്രവൃത്തി, ഇതാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നവന്റെ
സ്വതന്ത്ര മാനദണ്ഡം എന്ന് തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ ഇടയിലാണെന്ന് ഓർക്കണം. സത്യവചനത്തിന് വേണ്ടി നിൽക്കുക. സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവർ അഭിഷേകം ഇല്ലാത്തവരല്ല. സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്ന കൃപാവരം ഇല്ലാത്തവരല്ല. സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവർ പ്രവചന ശുശ്രൂഷ ഇല്ലാത്തവരല്ല. ഈ വരങ്ങളും ശുശ്രൂഷകളും അധികാരമുള്ളവർ തന്നെയാണ് ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ വചനത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പകൽ നേരം തെറ്റായ പല പഠനങ്ങളും പഠിപ്പീലുകളും വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ഈ സത്യത്തിന് വേണ്ടി ഇന്ന് പകൽ നേരം നിൽക്കുന്നത്. തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ വായിക്കുന്ന റോമാലേഖനം ഒരു കാര്യം മനസ്സിലാക്കണം. തിരുവെഴുത്ത് പഠിക്കുന്നതോ തിരുവെഴുത്തിനെ ഗ്രഹിക്കുന്നതോ ഒന്നും ബലഹീനതയായിട്ട് കാണരുത്. തിരുവെഴുത്തിനെ ഗ്രഹിക്കുന്നവർക്കൊക്കെ അഭിഷേകമില്ലെന്നോ ശക്തിയില്ലെന്നോ സ്വതന്ത്രം കാണിച്ചു കൂട്ടുന്ന ഇന്ന് പലരും കാണിച്ചു കൂട്ടുന്നത് പോലുള്ള കോപ്രായങ്ങൾ സ്വതന്ത്രം തിരുവെഴുത്ത് അനുസരിക്കുന്നവര് സ്വതന്ത്രം ചെയ്യില്ലെന്നുള്ള കുറ്റങ്ങൾ ഒത്തിരി സ്വതന്ത്രം കയറി വരുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതല ഒറിജിനൽ ആണെങ്കിൽ അവൻ വചനത്തിൽ നിൽക്കും. ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത, അഭിഷേകം ഒന്ന് തെളിയിക്കാൻ അത്ഭുത അടയാളമാണ്. അന്ന് ചെയ്യുന്നതൊന്നും തന്നെ ഒറിജിനൽ അല്ല. ക്ലിയർ കട്ടായിട്ടുള്ള ഒരു രോഗസൗഖ്യം വന്നെങ്കിൽ അതിനുള്ള ഒരു എവിഡൻസ് പോലും പലരും പുറത്തു കൊണ്ടുവരുന്നില്ല. രോഗസൗഖ്യം കിട്ടിയെന്ന് പറയുന്ന പലരും വീണ്ടും രോഗികളാകുന്ന അനേക ലക്ഷണങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ജെന്യുവിൻ അല്ല. പലരുടെയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ പലരും അഭിഷിക്തരാണെന്ന് പറയുന്ന പലരും വചനം പറയുന്നില്ല. സത്യവചനത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഇന്ന് പകൽ നേരം നാം ഓരോരുത്തരും നമ്മുടെ രക്ഷ ഉറപ്പാക്കുവാൻ സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കുവാനും അറിയുവാനും നമ്മൾ താല്പര്യം കാണിക്കും. ആമേൻ. കാര്യങ്ങൾ ദൈവത്തോട് നമുക്ക് പ്രതിയാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം അതിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിലനിന്നെങ്കിലേ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വായിച്ച വാക്യം വായിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് സ്തോത്രം പറയുന്നത്? പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും നീതിയിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിയുടെ ദാസന്മാരായി തീർന്നു. മനസ്സിലാക്കണം, പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും നീതിയുടെ ദാസന്മാരായി തീരുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ ആരാണ് നീതിയുടെ ദാസന്മാര്? കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് തന്റെ ആത്മാവ് ആരിൽ വസിച്ചോ അവരാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നാം നീതിമാന്മാരാണ്. നാം നീതീകരിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താലാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ എന്ത് സമ്പാദിച്ചോ അതിന്റെ അവകാശികളായി നമ്മൾ തീർന്നെങ്കിൽ അവൻ സമ്പാദിച്ചത് നീതിയും വിശുദ്ധിയുമാണ്, ഉയർപ്പും തേജസ്സുമാണ്. അതിന്റെ അവകാശികളാകേണ്ടതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര ഭാഗ്യകരമായ പദ്ധതിയിലേക്കാണ് നമ്മളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ വായിക്കുന്നത് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, നാം സ്വന്തം സ്നാനപ്പെട്ടപ്പോൾ ഈ ജഡത്തിന് മാറ്റം വന്നില്ല. എന്നാൽ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് വീണ്ടും ജനിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തെ ആത്മാവ് സത്യത്തിൽ ആരാധിക്കുന്നത്. നാം ദൈവത്തെ സത്യത്തിൽ അന്വേഷിക്കുന്നത്. നമ്മളിൽ ഈ അല്ലെങ്കിൽ റിഫോം ചെയ്ത് നമ്മളിൽ ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം നമ്മൾ നൽകുന്നത്, പുതുക്കം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളൊന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ലാസർവിമാത്ത് എന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പാട്ടാണ് കൂടുവിട്ടോടുവിൻ. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് പ്രാപഞ്ചികം മാകും പ്രാകൃതം എല്ലാം മാറും. മനസ്സിലാവുന്നു? പ്രാണപ്രിയനോടൊത്ത് കൂടിടുമ്പോൾ. അപ്പോൾ തിരിച്ചറിയണം, ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിലെ പ്രാകൃതമായ എല്ലാ അനുഭവങ്ങളും മാറി ആത്മാവിന്റെ പുതുക്കം വരികയാണ്. ഇത് നമ്മുടെ അകമയുള്ള മനുഷ്യരാകുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ആത്മാവിന് ഈ പുതുക്കം വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പുതുക്കത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരത്തോടുകൂടെ, നമ്മുടെ ശരീരത്തിന്റെ പുനരുത്ഥാനത്തോടുകൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. അതോടുകൂടെ ഭൂമിയിലെ പദ്ധതികൾ അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കണം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യം. ഇതിൽ വലിയതോ സ്നേഹം അത്രയെന്ന് വചനം പറയുന്നു. നമ്മൾ ശരീരം രൂപാന്തരപ്പെടുന്നത് വരെ
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, വിശ്വാസവും പ്രത്യാശയും. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്നേഹമാണ്. ഈ ശരീരത്തിന്റെ രൂപാന്തരത്തോടുകൂടെ, നമ്മൾ ഈ ശരീരം വിടുന്നതോടുകൂടെ നമുക്ക് പിന്നെ വിശ്വാസവും പ്രത്യാശയുടെ ആവശ്യമില്ല. കാര്യം നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ അവനെ പിന്നീട് പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന കാര്യം, നമ്മൾ കർത്താവിനോട് കൂടെയാണ്, അവന്റെ മുഖം നമ്മൾ എപ്പോഴും കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴും നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്നേഹം തന്നെയാണ്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഈ വചനം വളരെ പ്രസക്തമാണ്. അടുത്ത വാക്യം വായിക്കുന്നത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടത്, ചെയ്യുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന പൗലോസിന്റെ വാചകം വളരെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ. അത് പൂർവ്വകാലമാണ്. ശ്രദ്ധിക്കണം, നാം പാപത്തിലിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ അധർമ്മത്തിനും അശുദ്ധിക്കും നമ്മൾ അടിമകളാക്കി നമ്മൾ വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോഹങ്ങൾക്ക് ഒത്തവണ്ണം നമ്മൾ ജീവിച്ചിരുന്നു, അല്ലേ? നമ്മളുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണം നമ്മൾ പ്രവർത്തിച്ചിരുന്നു. നമ്മളെ ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമ്മളിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തെ പിന്നീട് ജീവനും, അവിടെ വായിക്കുന്നത് സ്തോത്രം എന്തിനാണ്, നമ്മൾ പിന്നെ അധർമ്മത്തിനും കണ്ടോ. അപ്പോൾ നമ്മൾ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. കണ്ടോ, അപ്പോൾ നമ്മളിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നമ്മൾ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ, നമ്മുടെ അടുത്ത ദിവസം മുതലുള്ള നമ്മുടെ പ്രോഗ്രാം എന്താണെന്നറിയാവോ? നാം പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിൽ പല മോഹങ്ങളും കയറി വരും. കണ്ണിലൂടെ മോഹം വരും, കേൾവിയിലൂടെ മോഹം വരും, സംസാരത്തിലൂടെ മോഹം വരും, ഇന്ദ്രിയങ്ങളിലൂടെ മോഹം വരും, പലവിധ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ കയറി വരും. ഈ ആഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നാം ജയിക്കണം. അപ്പോൾ പ്രസംഗങ്ങൾ മുഴുവനും അതിനെ തുണയ്ക്കുന്നത് തന്നെയാകണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരൻ, എന്തുകൊണ്ട് ജയിക്കണം? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജയിക്കണം? അഭിഷേകത്തിന് ശക്തിയാൽ നമ്മളിൽ വാഴുവാൻ കിടക്കുന്ന മോഹങ്ങളെ, പാപത്തിന്റെ മോഹങ്ങളെ നമ്മൾ ജയിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന സ്വാർത്ഥത പാപമാണ്, അത്യാഗ്രഹം പാപമാണ്, അല്ലെങ്കിൽ പല ജഡമോഹങ്ങൾ പാപമാണ്. ഇതിനെ ജയിക്കാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ, നമ്മുടെ കണ്ണിലൂടെ വരുന്ന ഒരു മോഹമുണ്ടെങ്കിൽ അത് വന്ന് ചാടും നമ്മുടെ ഹൃദയത്തിലേക്കാണ്. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യണം, ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യണം. ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് രൂപാന്തരം വരത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് വിശുദ്ധിയായി സൂക്ഷിക്കണം. നമ്മുടെ ആത്മാവ് വിശുദ്ധിയായി സൂക്ഷിച്ചാൽ, ആത്മാവ് വിശുദ്ധമാണെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചിരിക്കും. ശരീരത്തെ പാപത്തിന്റെ വഴിയിലേക്ക് വിടത്തില്ല. കണ്ണ് ചൊവ്വല്ല, കെട്ട വഴിയിലൂടെ കണ്ണു പോകത്തില്ല. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കത്തില്ല, ആവശ്യമില്ലാത്ത കാര്യം കേൾക്കത്തില്ല, അയോഗ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കത്തില്ല, നടക്കത്തില്ല. ശരീരത്തിന് അതിന് വിടത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ആ വഴികൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതി സ്തോത്രം ഉള്ളവർക്ക് മാത്രമാണ് ശരീരത്തിന്റെ രൂപാന്തരം നടക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് കാണുന്ന പല ന്യൂ ജനറേഷൻ ചർച്ചിന്റെ അകത്തും നടക്കുന്ന കാര്യം ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്താ? അവര് പറയുന്നത് ഇങ്ങനെ ഒരു കാരണം, സ്തോത്രം, പല തെറ്റുകളും തെറ്റാണെന്ന് പറയാതെയാണ് അവർ നിലനിൽക്കുന്നത്. കാരണം ജഡത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് അവര് പറയുന്നത് അവരുടെ കൺമോഹവും ജഡമോഹങ്ങളെല്ലാം അഴിച്ചു വിട്ട് പഠിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റാണത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് എന്തിനാണ്?
പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത് നാം ജയകരമായിട്ട് ജീവിക്കാനാണ്. ഏതാണ് ജയകരം? വഴി തെറ്റല്ലേ. ഭൂമിയിൽ കുറെ സമ്പാദിച്ച് ജയാളികളാകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അത് ജയമല്ല, അത് പാപികളെ പോലെ പരാജയം മാത്രമാണ്. ജയാളികൾ എന്ന് പറഞ്ഞാൽ എന്നിലെ അവയവങ്ങളെല്ലാം പാപത്തിലേക്ക് ഇനി പോകാതെ സ്വന്തം നീതിക്ക് അടിമകളാക്കി വിശുദ്ധി പ്രവർത്തിക്കുന്നതിനെയാണ് ജയാളികൾ എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ മോഹത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ട് നമ്മൾ നടക്കുവാൻ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന വ്യവസ്ഥയ്ക്കാണ് ജയകരമായ ജീവിതം എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെഡിയാകണം. ഹല്ലേലൂയ. അതിന് നമ്മൾ റെഡിയായെങ്കിലേ നമ്മൾക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും ഒരുപോലെ സത്യമായത് പറയാതെ പ്രസംഗിക്കാതെ അവർക്ക് രസമായത് പലതും പ്രസംഗിച്ചും അനേകരെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകും. അവസാനത്തിൽ നീ എന്ത് ചെയ്യുന്നു ഓർത്തോണം. അവസാനത്തിൽ നീ എവിടെ ചെല്ലുമെന്ന് ചിന്തിച്ചോണം. ഹല്ലേലൂയ. അനേകർ അതിനെ കുറിച്ച് ഒട്ടുമേ ചിന്തിക്കുന്നില്ല. അവർ ഇന്ന് അപ്പോഴുള്ള കാര്യം പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. സത്യവചനം പെന്തക്കോസ്തിന്റെ അകത്ത് തന്നെയാണല്ലോ പലരുടെയും വിഷയം. പലരും സത്യവചനം പറയാതെ കുറെ സാഹിത്യവും കലയൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുകയാണ്. കർത്താവിന് കലാകാരന്മാരെ അല്ല ആവശ്യം, കർത്താവിന് ഭക്തന്മാരെയാണ് ആവശ്യം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടത് കലാകാരന്മാരെ അല്ല, കർത്താവിന് വേണ്ടത് ഭക്തന്മാരെയാ. കലാകാരന്മാരെ കൊണ്ട് പിടിച്ചിട്ട് നടക്കാൻ മേല. ഇതിൽ ഒരുവരും അഭിഷേകവും കൃപയും നിൽക്കുന്ന ഒറ്റയെണ്ണവില്ല വാ തുറന്ന സത്യം പറയുന്നവരില്ല. മനസ്സിലാക്കണമേ, കർത്താവിന്റെ വരവിങ്കൽ എത്ര പേര് എടുക്കപ്പെടും എന്ന് ചോദിച്ചാൽ എല്ലാരും പോകുന്ന പറയുന്നത്. അതാണല്ലോ എളുപ്പം. എന്നാൽ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് നോക്കണം എത്ര പേര് കർത്താവിന്റെ രാജ്യത്തിൽ എടുക്കപ്പെടുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് നമുക്കൊരു ഭാഗം കൂടെ നമുക്ക് വായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം. അതിന്റെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 11-ാം അധ്യായം. അതിന്റെ 3-4 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 3-4 വാക്യം. 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിച്ച് അവിടെ പറയുന്ന കാര്യം, പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുയേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ശ്രദ്ധിക്കണം. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ സംഭവിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ അവയവങ്ങളെ, ശരീരത്തെ, മനസ്സിന്റെ ചിന്തകളെ ഇതെല്ലാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. പാപം ചെയ്യാതെ വണ്ണം ദൈവവചനം കൊണ്ട് അതിനെ ജയിക്കണം. അളവി അങ്ങനെ ജയിച്ചിട്ടുള്ളവർ മാത്രമാണ് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയിൽ ഇരിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കണം, അനേകർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിലും അനേകർക്ക് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയില്ല. ക്രിസ്തുവിലുള്ള ഏകാഗ്രതയില്ല. സാത്താന്റെ പോരാട്ടത്തിൽ അനേകർ വീഴുകയാണ്. സാത്താൻ പോരാടുന്നത് എങ്ങനെയാണ്? സാത്താൻ പോരാടുന്നത് നിനക്ക് കിട്ടാനുള്ളൊരു നന്മയെ മുടക്കുന്നതോ തടഞ്ഞു വെക്കുന്നൊന്നുമല്ല സാത്താന്റെ പോരാട്ടം. അവന്റെ പോരാട്ടം നിന്റെ മനസ്സ് ക്രിസ്തുവേശുള്ള ഏകാഗ്രത വിടണം. നിന്റെ മനസ്സിൽ മറ്റു പല കാര്യങ്ങൾ കയറി വരണം. ക്രിസ്തുവിനെ കുറിച്ച് തെറ്റായി നീ മനസ്സിലാക്കണം. അങ്ങനെ തെറ്റായ നിന്റെ അറിവിൽ നീ ദൈവത്തോട് ഇടപെടണം. പക്ഷെ തെറ്റായ വിധത്തിൽ നീ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തിന് നിന്റെ തെറ്റ് കണ്ടിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ നീതി സത്യമായി വെളിപ്പെടുമ്പോൾ അവന്റെ നീതി നിമിത്തം നിന്റെ അനീതി തകർന്നു പോകും. എന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താണ്? ദൈവത്തെ വാസ്തവമായി മനസ്സിലാക്കേണ്ട നിലവാരത്തിൽ അനേകർ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവർ തന്നെ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വയമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ വായിച്ച വാക്യം, നമ്മുടെ വായിക്കും നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ?
പാപ സ്വഭാവത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് നീതിയെ കുറിച്ച് അറിയത്തില്ല. നീതി എന്നാൽ എന്താ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം വന്നു. അതുകൊണ്ട് ഞാൻ ഇനി പാപം ചെയ്യാൻ പാടില്ല. പാപം അധർമ്മം തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്റെ മനസ്സ് പാപം ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ കൃപയ്ക്ക് കീഴിലല്ല, ഞാൻ പാപത്തിന് കീഴിലാണ്. ആരെങ്കിലും സ്നാനപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് പാപത്തിന് കീഴിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ കൃപയുടെ കീഴിലല്ല. സ്തോത്രം, മനസ്സിലാക്കണം. അപ്പോൾ കൃപയുടെ കീഴിൽ വരാനാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആഹ്വാനം നൽകുന്നത്. അതെങ്ങനെ സംഭവിക്കണം? അത് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന്റെ കൃപയ്ക്ക് നീതിക്കായിട്ട് സമർപ്പിക്കണം. പാപത്തിന്റെ ഓപ്പോസിറ്റ് നീതിയാണ്. പാപത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നീതിയാണ്. അതായത് നീതിയാൽ ജീവിക്കുമ്പോൾ എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു, അവന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടു. അതായിരുന്നു സ്നാനം. അവന്റെ ആത്മാവ് എന്നിലേക്ക് പകർന്നു. കാരണം എന്നെ സ്വർഗ്ഗം അംഗീകരിച്ചു. ഇനി ദൈവത്തിന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ഞാനിപ്പോൾ വായിച്ച വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത് പോലെ നമ്മൾ ഇനിമേൽ പാപത്തിൽ നമ്മൾ വീഴാതെ വണ്ണം നമ്മുടെ അവയവങ്ങളെ നീതിക്ക് ദാസന്മാരായി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കണ്ട എന്നുള്ള പ്രസംഗം കേട്ടാൽ മനസ്സിലാക്കണം, അതാണ് ഉപായത്താൽ ചതിക്കുന്ന പ്രസംഗങ്ങൾ. പാപത്തിൽ നിന്ന് മോചനം വരണമെന്നുള്ള ചിന്ത അഴിച്ചു വിട്ട് തോന്നിയ പോലെ പോകുന്ന പ്രസംഗങ്ങളും ആഹ്വാനങ്ങളും തരുന്നവനെ സൂക്ഷിച്ചോണം. അതിനെ കുറിച്ചാണ് വൃദ്ധ്യാലേഖനത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചത്. എന്താണ് അവിടെ വായിച്ചത്? ക്രിസ്തുയേശുവിനോടുള്ള അവിടെ വായിക്കുന്നത്, എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ശ്രദ്ധിക്കണം, പാമ്പ് സർപ്പം ഹൗവായുടെ അടുക്കൽ വന്നു, തോട്ടത്തിന്റെ അടുക്കൽ വന്നു. ഇവിടെ പുറത്തു നിന്നുകൊണ്ട് കാണിക്കുന്നതിനെ കുറിച്ചല്ല, തോട്ടത്തിന്റെ അകത്ത് വന്നവരെ കുറിച്ചാണ്. അപ്പോൾ തോട്ടത്തിന്റെ അകത്ത് വന്ന ചിലര് ഇപ്പോൾ സർപ്പത്തിന്റെ പ്രസംഗത്തിലേക്ക് വരുന്നു. എന്താ വരുന്നത്? മറ്റൊരു യേശു നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഇനി പാപമൊന്നും വീഴ്ചയൊന്നും ശാപമൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനല്ല, ഇനി നീ പാപം ചെയ്താലും വീഴത്തൊന്നുമില്ല, നിന്നിൽ പാപമൊന്നും വരത്തില്ലെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഇനിയും നിങ്ങളുടെ അവയവങ്ങൾ പാപം ചെയ്യാതെ നീതിക്ക് സമർപ്പിക്കണമെന്നുള്ള വചനങ്ങളൊക്കെ പാമ്പ് മനഃപൂർവ്വം മറച്ചു വെക്കും. മനസ്സിലാവുന്നുണ്ടോ? പാമ്പ് സർപ്പം മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് ഹൗവായോട് പറയും, നീ ഇത് പഴിച്ചു തിന്നാലും കുഴപ്പമൊന്നുമില്ല, നീ ജഡപ്രകാരം ജീവിച്ചാലും നോ പ്രോബ്ലം, പാപം ചെയ്താലും നോ പ്രോബ്ലം, നീ ചെയ്തെന്ന് വെച്ചൊന്നും പ്രശ്നമില്ല, കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല, നീ ഇവിടെ ജീവിക്കാൻ നോക്ക്. ഇതാണ് സർപ്പത്തിന്റെ പ്രസംഗം. ഇത് ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ സർപ്പം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, അവൻ പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്യരുത്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും സമർപ്പിച്ചതുപോലെ അല്ല, ഇനി നീതിക്കും വിശുദ്ധീകരണത്തിനുമായിട്ട് സമർപ്പിക്കുന്നു. ആമേൻ. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. റോമാലേഖനം 6-ാം അധ്യായം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. കണ്ടോ? സമർപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്, ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഡ്യൂട്ടി. ഒരു വിശുദ്ധന്റെ ജീവിതത്തിലെ ഡ്യൂട്ടി അതാണ്. നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം അതിലേക്ക് ഫോക്കസ് ചെയ്യണം. അതായത് വ്യക്തിപരമായി രക്ഷയിൽ വന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന് വ്യക്തിപരമായ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ചാണെങ്കിൽ, ഞാൻ ഈ നാളുകളിൽ എന്നെ ഏത് ബലഹീന സ്വഭാവത്തിൽ നിന്നാണ് ഞാൻ മോചനം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത്? ഏത് സ്വഭാവത്തെയാണ് സാത്താൻ ചതികൾ കൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അനേകരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർ ഇതിലേക്ക് വീണ്ടും മറിഞ്ഞു വീണിട്ട് എഴുന്നേൽക്കാൻ കഴിയാതായിട്ട് വർഷങ്ങളായിട്ട് ചില പാപത്തിൽ അങ്ങ് വീണ് കിടക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഇതുവരെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ, അവരെ എഴുന്നേൽക്കാത്ത നിലവാരത്തിൽ വീണതിന്റെ കൂടെ സാത്താൻ അവർക്ക് ആവശ്യമില്ലാത്ത കുറെ സ്വന്തം ആത്മീക വിഷയങ്ങളിൽ അവർക്ക് പാകം അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളെ അവരെ ഇടപിടിപ്പിച്ച് അവരശേഷം മാറിപ്പോയി ദൈവത്തിൽ നിന്ന്. ശ്രദ്ധിക്കണം, ജീവവൃക്ഷത്തെ കാണിച്ചു കൊടുത്ത് ആ ജീവവൃക്ഷത്തെയും അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വിലക്കപ്പെട്ട കനി ഇരിക്കുന്ന വിലക്കപ്പെട്ട ആ വൃക്ഷത്തെ കാണിച്ചു കൊടുത്ത് സാത്താൻ അത് അവന്റെ ഹൃദയത്തിൽ ഒരു തർക്ക വിഷയമാക്കി ഇടുകയാണ്.
ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയം തർക്ക വിഷയങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ പിശാച് പലതിനെയും കയ്യിലെടുക്കും. നീ ശ്രദ്ധിക്കേണ്ടത്, നീ പാപത്തിൽ വീണ് കിടന്നിട്ട് തർക്ക വിഷയോടെ കൈകാര്യം ചെയ്താൽ നീ പിന്നെ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം പാപ വിഷയത്തിൽ ജയം പ്രാപിക്കാതെ വർഷങ്ങളായിട്ടൊരു പാപ വിഷയത്തിൽ തകർന്നു കിടന്നിട്ട് ഇതുവരെ അതിൽ നിന്ന് കയറുവാൻ കഴിയാതിരിക്കെ ശ്രദ്ധിക്കണം, ആ മനുഷ്യന് അവന് വഹിക്കുവാനോ ചുമക്കുവാനോ കഴിയാത്ത ആത്മീക കാര്യങ്ങളിൽ തന്നെ ചില തർക്ക വിഷയങ്ങളെ അവൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അവൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നതോടെ അവൻ വീഴാനും തുടങ്ങും. പിന്നെ അവൻ എഴുന്നേൽക്കത്തില്ല. പിന്നെ അവൻ എഴുന്നേൽക്കാതെ അവിടെ കിടക്കണം. അതാണ് സാത്താന്റെ അജണ്ട. ചിലർ എഴുന്നേൽക്കരുത്, അവിടെ കിടക്കണം, ഒരിക്കലും എഴുന്നേൽക്കരുത്. എത്ര വർഷം കഴിഞ്ഞാലും ഇവൻ എനിക്ക് ശത്രുവായിട്ട് ഒരിക്കലും എഴുന്നേൽക്കരുത്. മനസ്സിലാക്കാൻ, സാത്താന് നാം ശത്രുക്കളാകുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ അവയവങ്ങളെ സ്വന്തം നീതിക്ക് സമർപ്പിച്ച് പാപത്തിന് സമർപ്പിക്കാതെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുമ്പോൾ എതിരാളിയാകുന്ന പിശാച് എവിടെ കിടന്നാലും ടാക്സ് പിടിച്ചു വന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യുന്ന ചിലർ ചെയ്യുന്ന അവസ്ഥ തുടങ്ങിയ പാപത്തിൽ വീണ് കിടക്കുക വർഷങ്ങളായിട്ട്. എന്നിട്ട് ഭത്സിക്കും, ശാസിക്കുന്നു. എവിടെ? സാത്താനെ മടിയിൽ കിടന്നുകൊണ്ടാണ് ശാസിക്കുന്നത്. നീ ചില പാപത്തിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. നീ ശാസിച്ചാൽ എവിടെ പോകാനും വിചാരിച്ചു നല്ലതായിട്ടുണ്ട് മോനെ, ഇരുന്നോളാൻ പറയും. ഇവര് സാത്താൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ഒരു സമയം കഴിയുമ്പോൾ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന ആദാമേ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇതുപോലെ അനേകരെ കർത്താവ് ഇറങ്ങി വന്ന് തോട്ടത്തിൽ വിളിക്കുകയാണ്. പേര് വിളിച്ചിട്ട് അവനെ അവിടെ കാണുന്നില്ല. അവനെ ദൈവം പേര് വിളിക്കുമ്പോൾ അവൻ അവിടെ കാണാതെ വരണം. അതാണ് സാത്താന്റെ അജണ്ട. നീ കർത്താവിന്റെ വിളിയിൽ വെളിപ്പെടാതെ അകന്ന് നിൽക്കുമ്പോൾ വിളിക്കുന്നവന്റെ കോപം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. നീ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവം നിനക്ക് വിരോധമായി നിന്നെ തകർത്ത് കളയത്തക്കവണ്ണം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനാണ് സാത്താന്റെ തന്ത്രം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അനേകർ ഇതുവരെയും മനസ്സിലാകാതിരിക്കുക. അവര് കൊടുക്കുന്ന ഈ 10 രൂപ 100 രൂപയൊക്കെ സ്തോത്ര കാഴ്ചയ്ക്കകത്ത് പ്രസാദിച്ച് നമ്മളോട് ചർച്ചിലെ സഭയിലെ പാസ്റ്ററിന്റെ മുഖം പ്രസാദിക്കുന്ന പോലെ ദൈവം ഇരിക്കുന്നു. പൊന്നു പോനെ, നിന്റെ കയ്യിലെ പൈസയൊക്കെ കൈവച്ചോ. നീ കർത്താവ് തോട്ടത്തിൽ നിന്റെ പേര് വിളിക്കുമ്പോ നീ ചെന്നില്ലെങ്കിൽ നിന്റെ ഏപ്പാടിപ്പോകും. നീ ജയിക്കാതെ ഇന്നും പാപത്തെ ജയിക്കാതെ ഇരിക്കുന്ന കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ വളരെ പ്രയാസമായി പോകും. അതുകൊണ്ട് ഇന്ന് പകൽ നേരം ഞാൻ എവിടെയാണോ തെറ്റിപ്പോയത് അതിൽ നിന്നൊരു മോചനം പ്രാപിച്ചേ മതിയാകും. വ്യക്തിപരമാണ്. ശ്രദ്ധിക്കണം, നാം സാത്താന്റെ സൃഷ്ടിയല്ല. ആണോ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ സാത്താന്റെ അടുക്കല ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവം എന്നോട് പറയാത്ത ചില കാര്യം സാത്താൻ എന്നോട് പറഞ്ഞു. ഇത് എന്നെ ഇത്രയും സ്നേഹമുള്ളവനായിരുന്നെങ്കിൽ കർത്താവല്ലേ എന്നോട് ആ ദൈവ കാര്യങ്ങൾ പറയേണ്ടത്. ഇത് സാത്താന്റെ വായിന്നാണ് ഞാൻ കേട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാത്താനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ അകത്ത് വലിയൊരു കാരണമുണ്ട്. ഇതാണ് ഇന്ന് അനേകരുടെ അറിവ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നിന്റെ പേര് തോട്ടത്തിൽ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പേര് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇച്ചിരി കൂടെ ആഴത്തിൽ പറയാം. കർത്താവ് നിന്റെ പേര് വിളിക്കുമ്പോ നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവ് വേർപെടുമ്പോഴാണ് മകനെ നീ ഈ നാൾ വരെ നീ ചതിക്കപ്പെട്ട് കിടന്നത് എവിടെയാണെന്ന് മനസ്സിലാകുന്നത്. സ്നാനപ്പെട്ട് കരയെ കയറിയപ്പോ വീണതാ. ഇപ്പൊ വീണ്ടും കാണുന്നത് എപ്പോഴാണെന്നറിയാവോ? ഭൂമിയിൽ നിന്ന് ശരീരം വിട്ടു മാറുമ്പോഴാണ്, ആത്മാവ് വിട്ടു മാറുമ്പോഴാണ്. ഇത്രയും നാള് ഞാൻ ഇങ്ങനെ കുരുക്കിലായിരുന്നോ കിടന്നേ. ഞാൻ ഒത്തിരി വിചാരിച്ച് ശാസിച്ചിട്ട് പോയില്ലേ. എന്റെ പൊന്നുവേ, നീ വചനപ്രകാരം ഒന്ന് ക്രമീകരിക്കുക. അനേകർക്ക് ഇന്നും വചനപ്രകാരം ക്രമീകരിക്കാൻ മനസ്സില്ല. വചനം എന്താ പറയുന്നത് ഈ വക വിഷയങ്ങളില്ല. ആ നിലവാരത്തിൽ അതിനെ ക്രമീകരിക്കാൻ മനസ്സില്ല. അവർക്ക് ബോധിച്ച വഴികളുടെ പോയി ദൈവത്തെ കാണാനാ നോക്കുന്നത്. നീ കുഴഞ്ഞു പോവുള്ളൂ. മനസ്സിലാക്കണം. ഇന്ന് ചിലര് വന്ന് മറ്റു ചിലരോട് മുമ്പിലും നിൽക്കുക. മറ്റാർക്കെങ്ങാണ്ട് വേണ്ടിയാണ് അവന്റെ ആത്മജീവിതം കൊണ്ടുപോകുന്നത്. ചിലർ മനുഷ്യർക്ക് ദാസന്മാരായിരുന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാലും അവർ വീണ്ടും മനുഷ്യർക്ക് ദാസന്മാരായിരിക്കുന്നത്. ദൈവത്തിന് ദാസനാ അവരെ കൊണ്ട് പറ്റില്ല. ചിലർക്ക് വീണ്ടും മനുഷ്യർക്ക് ദാസന്മാരായിട്ടിരിക്കുന്നത്. നീ ബലഹീനനായി ഇരിക്കല്ലേ. നിന്റെ പേര് വിളിച്ച് നീ പോകുമ്പോണ്ടല്ലോ നിന്റെ കൂടെ ആരും വരത്തില്ല.
പേര് വിളി, ആദാമിന്റെ പേര് വിളിക്കുമ്പോൾ ആദാമിന് പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ തോട്ടത്തിൽ ഓരോരുത്തരുടെ പേര് വിളിക്കാൻ ദൈവം ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്. ആ സമയത്തിലേ അവര് പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീന്റെ ഏപ്പാടി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ രക്ഷയ്ക്കുള്ളത് ഇന്ന് പകനേരം കരുതുവാനിടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ഇവിടെ പൗലോസ് വളരെ ശക്തമായി പറയുന്നു, ഈ വചനങ്ങളുടെ എല്ലാം പശ്ചാത്തലം അല്ലെങ്കിൽ ഈ വചനത്തിന്റെ എല്ലാം ഉപദേശം എന്താണോ പറയുന്നത് അതിലേക്ക് നമ്മൾ എത്തണം. അതായത് നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ ശുദ്ധീകരണം വരുവാൻ നമ്മൾ റെഡിയാകണം, നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിന്റെ ഇടയിലാണ് ചിലർ ഭയങ്കര ഉണർവ്, അത് ഇത് ലിക്വിഡ് ഫയർ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങി വരും. അവരുടെ വരവും ഉദ്ദേശം എല്ലാം കറൻസിയാ, വേറൊന്നുമല്ല. പണചിന്ത, മറ്റൊന്നുമില്ല. വേറൊന്നുമില്ല. പണമല്ലാതെ വേറൊന്നും അവരുടെ ഉദ്ദേശമില്ല. അതുകൊണ്ട് ആ പണത്തിന്റെ വിഷയത്തിലാണ് ഇവ വഴിതെറ്റിക്കുന്നതെന്ന് ഗ്രഹിക്കാനുള്ള ബുദ്ധി ഇന്ന് പകൽ നേരം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു? ഒരു ഫലമില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തോന്നുന്നുണ്ടോ? അതിന്റെ അവസാനം ഒന്ന് ശ്രദ്ധിച്ചേ, അവിടെ ഒന്ന് നിന്നേ. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ സംസാര ശൈലിയൊക്കെ ഒന്ന് ഓർക്കും. അയ്യേ, അതെന്തൊരു കാലഘട്ടമായിരുന്നു, അയ്യോ അതെന്നാ ഒരു ചിന്താഗതിയായിരുന്നു അന്നെടുത്ത തീരുമാനങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് എനിക്ക് നാണം തോന്നുക, ലജ്ജ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ പണ്ടുള്ള ചിന്തകളും നിരൂപണങ്ങളും രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ള മാനസികാവസ്ഥകൾ, ചിന്താഗതികൾ ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജയായിരുന്നു. ചിലർക്ക് ഇന്നും അത് മാനമായിട്ടാ തോന്നും. ഞാൻ പണ്ടും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു, രാവിലെ 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ കൃത്യം പോയിക്കൊണ്ടിരുന്നു. നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെയും, നീ ഇതുവരെയും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. അപ്പൊ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ പ്രശ്നം, ഇവർക്കൊന്നും ചിലരെ സംബന്ധിച്ച് ചിലർക്ക് ഈ പാപത്തെ കുറിച്ചൊരു ബന്ധമില്ല. എല്ലാവരും കൂടെ സ്നാനപ്പെട്ടു, എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോയ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ഞാനും കൂടെ പെട്ടില്ല, എനിക്ക് വൈകിട്ട് കഞ്ഞി നിന്നില്ലെങ്കിൽ എന്നാ ചെയ്യും? ഞാൻ പറയുന്നത് കേട്ടു. അന്ന് അതുകൊണ്ട് സ്നാനപ്പെട്ടാക്കാം. എന്റെ പൊന്നെ, ഈ കർത്താവിന്റെ ശബ്ദം തോട്ടത്തിൽ നിന്ന് വെളിപ്പെടുമ്പോ ഉണ്ടല്ലോ, നിന്റെ ഈ സുഖമൊക്കെ നിന്നെ വിട്ട് പറന്നു പോകുന്ന ദിവസമുണ്ട്. അന്തക്കണ്ണം വിട്ട്, പല നാട്ടുഭാഷ പറയുന്നത് അന്തക്കണ്ണം വിട്ട് നോക്കും. നിന്നോട് കൂടെ നിന്റെ നിലവിളിയും കാർച്ചൊന്നും കാണാൻ ആരും കാണില്ല. അതുകൊണ്ട് നിന്റെ രക്ഷയ്ക്കായിട്ടുള്ളത് നീ ഒന്ന് തിരിച്ചറിയണം കേട്ടോ. ഇന്നു പകൽ വേല രക്ഷ വ്യക്തിപരമാ. എന്നോട് പ്രസംഗിക്കാനാ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ അകത്ത് കയറി അവരുടെ ആത്മാവിനെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഉണർത്താൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞിട്ടുണ്ടോ? വചനം പ്രസംഗിച്ചോളാ പറഞ്ഞിരിക്കുന്നത്. അറിയുന്നത് പ്രസംഗിക്കുന്നുണ്ട്, വെളിപ്പെടുത്തിയത് പ്രസംഗിക്കുന്നുണ്ട്, വെളിപ്പെട്ടത് പ്രസംഗിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കേട്ട് അനുസരിച്ച് ക്രമീകരിച്ച് പോയാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകും. അല്ലേ പോകുന്നില്ല, ഇവിടെ കിടക്കും. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. പണ്ട് പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ഈ പ്രസംഗവും ആരാധനയും പാട്ടെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവനവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നിന്റെ മോന്തയ്ക്ക് ഒഴിക്കാൻ. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ നടക്കണേ. ഇവിടെ കിടന്നേക്കരുത്, പൊക്കോണം. ഹല്ലേലൂയ. വ്യക്തിപരമായി ഒരുങ്ങിക്കോണം. അപ്പോൾ പാപത്തെ ജയിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചു. അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണം എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്ര പാപത്തെ ജയിക്കാത്ത ശരീരം ചെന്നാൽ മരണത്തിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഇന്ന് പകൽ നേരം നമ്മുടെ മനസ്സും ശരീരവും സ്വതന്ത്ര പാപത്തിലേക്ക് ചെല്ലരുത്. ഹല്ലേലൂയ. ചിലർക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കൂട്ടുകാര്, ജീവിച്ചു വന്ന പശ്ചാത്തലങ്ങൾ, അവിടെ ഉള്ളവരെയൊക്കെ ഇന്നും കാണുമ്പോൾ ഒരു ആകർഷണം. നിന്നെ ആകർഷിപ്പിക്കുന്ന ശക്തി ദൈവത്തിൽ നിന്നല്ലെന്നൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നിനക്ക് പുതിയ കാര്യങ്ങളൊന്നും കേട്ടാൽ അത് ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒന്ന് ക്രമീകരിക്കണം. പണ്ടുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും മനസ്സ് പോകുന്നെങ്കിൽ ശ്രദ്ധിച്ചോളം, എവിടെയോ ശരിയാകാനുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രമീകരിക്കണം. അടുത്ത് വായിച്ചോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആ. പ്രാപിച്ച് ആ. ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയാൽ ആ. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ. ഫലം ആ. വിശുദ്ധീകരണവും ആ. അതിന്റെ അന്തം ആ. നിത്യജീവനുമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയാൽ. അതെങ്ങനെയാ? ഇങ്ങനെ പാപ ജഡത്തിൽ പോരാടുന്ന, അവയവങ്ങളിൽ പോരാടുന്ന പാപശക്തികളെ ജയിച്ചവർക്ക്, അവർക്കാണ് ആ നീതിയുടെ ഫലം ലഭിക്കുന്നത്. ഒന്ന്. രണ്ടാമത് അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് കണ്ടോ, ദൈവത്തിന് ദാസന്മാരായിരിക്കണം. അപ്പൊ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചവരാ ദൈവത്തിന് ദാസന്മാരാകുന്നുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. പാപത്തിന്റെ ശക്തികളെ ജയിച്ചവർക്ക് മാത്രമേ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ കഴിയത്തുള്ളൂ. അനേകർക്ക് ഈ ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ വാസം ഉള്ള തന്റെ ദാസന്മാർ. ഇച്ചിലൂടെ പറഞ്ഞ പരിശുദ്ധാത്മാവ് വസിക്കുകയും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് പരിശുദ്ധാത്മാവിന്റെ ദാസന്മാർ. പരിശുദ്ധാത്മാവ് ദൈവമല്ലേ? അപ്പൊ ആ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ വസിച്ച് പരിശുദ്ധാത്മാവിനാൽ പാപപ്രവർത്തികളെ ജയിക്കുന്നവരാണ് ദൈവത്തിന്റെ ദാസന്മാര്. ഇങ്ങനെ ഒരു കാര്യവും ജയിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ ദാസനല്ല, വേറെ ആരുടെയൊക്കെ ദാസന്മാരാണ്. വായിച്ചോ. അടുത്ത. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. അപ്പോൾ പാപത്തെ ജയിച്ച് നമ്മുടെ അവയവങ്ങളെ കൃപയിൽ സൂക്ഷിക്കുമ്പോഴാണ് വിശുദ്ധീകരണം വരുന്നത്. ശ്രദ്ധിക്കണം. എപ്പോഴാ വരുന്നത്? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നിയന്ത്രിച്ച ആത്മാവിനാൽ കരുതുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ചിലരുടെ കേസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മൂർഖനാണോ ജേരയാണോ എന്ന് അറിയാൻ ഒറ്റക്കായി ഇച്ചിരി മണ്ണെടുത്തിട്ടാ മതി. ചിലരിലേക്ക് മണ്ണിന് തുല്യമായ ചില കാര്യങ്ങളോ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ വെളിപ്പെടും. തീവ്ര കോപത്തോടെ വെളിപ്പെടും. പാത്രം കണ്ടാ വലിച്ചെറിയും, കസേര തല്ലിപ്പൊട്ടിക്കും, വായിന്ന് തെറി പറയും, തല്ലും. മനസ്സിലാക്കണം. അപ്പൊ അതിനർത്ഥം പഴയ സൃഷ്ടിച്ച് അത്തിട്ടില്ല. അപ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ പെട്ടെന്ന് വയലന്റ് ആകും. എന്താ കാര്യം? ജയിച്ചോ? ജയിച്ചില്ല. ജയിക്കണം. ഈ പരാജയപ്പെട്ടവനെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്, ജയിച്ചവരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ. പാപത്തെ ഡീൽ ചെയ്യാൻ വ്യക്തിപരമായ ജീവിതത്തിൽ പഠിച്ചിരിക്കണം. ചിലരെല്ലായിടത്തും ഉപദേശിക്കും, അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എല്ലാവരെയും കിടന്ന് ഉപദേശിക്കും. പക്ഷെ സ്വന്തം കാര്യത്തിൽ ഒരു ഉപദേശവും ഇല്ല, ഒരു ക്രമീകരണവും ഇല്ല. 10 പേരോട് എന്ത് സങ്കീർത്തനവും പ്രബോധിപ്പിക്കും. പക്ഷെ സ്വന്തം കാര്യത്തില് ഗോവിന്ദൊന്നും അറിയാൻ പറ്റില്ല. വട്ടപൂജ്യമാണ് ഇത്. ശ്രദ്ധിക്കണം. ക്രമീകരിച്ചില്ലെങ്കിൽ പോകത്തില്ല കർത്താവിന്റെ രാജ്യത്ത്. വീണ്ടും ഞാൻ ആ കാര്യം പറയുന്നു. കർത്താവിന്റെ രാജ്യത്തിൽ പോകണോ, ക്രമീകരിച്ചേ മതിയാകത്തുള്ളൂ. എങ്ങനെ? പരിശുദ്ധാത്മാവിന് വ്യക്തിപരമായി സ്വന്തം സമർപ്പിച്ച് ക്രമീകരിച്ചേ മതിയാകത്തുള്ളൂ. ശരീരത്തെ നിയന്ത്രിക്കണം. ചിലർക്ക് എന്നാന്ന് പറയാം, അടുത്തിരിക്കുന്നവൻ കാണുന്നത്, മക്കള് കണ്ടോ, ഭാര്യ കണ്ടോ എന്നാ ചിലരുടെ പ്രശ്നം, അല്ലേ? അതല്ല വേണ്ടത്. ആരെ? കർത്താവ് കാണുന്നുണ്ടെന്നുള്ള ഉൾബോധം വേണം. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ച് മറ്റൊരുവന് ഉപദേശം കൊടുക്കും. നീ അങ്ങനെ കാണണം, ഇങ്ങനെ കാണണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവനെ സംബന്ധിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതായത് വിശുദ്ധ ഭാവമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിച്ച അടുത്ത വാക്യം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. അപ്പൊ വിശുദ്ധിയെ തികയ്ക്കുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. അതായത് ശരീരത്തിൽ വാഴുന്ന പാപത്തിന്റെ ശക്തികളെ കീഴ്പ്പെടാതെ പരിശുദ്ധാത്മാവിനാൽ പാപത്തിന്റെ ശക്തികളെ ജയിക്കുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം നടക്കും. അങ്ങനെ വിശുദ്ധീകരണം ദീർഘനാള് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ബലത്തോടെ വ്യാപരിക്കും. ആരില്ലാന്നറിയോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ബലത്തോടെ വ്യാപരിക്കുന്നത്? വിശുദ്ധീകരണം ഉള്ളവർക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ദൈവശക്തി പുറപ്പെടും. ചിലരൊന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഉന്തി വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ അവരെ നാണിപ്പിക്കുന്ന കാര്യം പറഞ്ഞാലും നാണമില്ലാതിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാന്ന് പറഞ്ഞാൽ ഒരു പാപത്തിൽ പോലും ജയിച്ചിട്ടില്ല. അവര് ഒരു പാപ സ്വഭാവത്തിൽ പോലും ജയിച്ചിട്ടില്ല.
കാര്യം വിശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ അവരിൽ ദൈവശക്തി വ്യാപരിക്കും. ഈ ദൈവശക്തി എന്തിനാ വ്യാപരിക്കുന്നതെന്ന് അറിയാവോ? അവരുടെ ശരീരം മുഴുവനെ രൂപാന്തരപ്പെടുത്തുവാനാണ് വ്യാപരിക്കുന്നത്. ദൈവശക്തി ഇന്ന് സഭകളുടെ അകത്ത് വ്യക്തികൾ ജീവിതങ്ങളെ സ്വന്തം ദൈവത്തിന്റെ വ്യാപാര ശക്തി വെളിപ്പെടുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളാം. ആ അനങ്ങാതിരിക്കുന്ന വ്യക്തി പറയും, എനിക്ക് ഡയബറ്റിക് കൂടുതലാ, ഷുഗർ കൂടുതൽ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഭ്രാന്താന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ജീവിതത്തിൽ വിശുദ്ധീകരണത്തിനായിട്ട് അവരിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ ഒരു കാരണം കൊണ്ടും അവർ ജയിച്ചിട്ടില്ല. ഇത് വ്യക്തിപരമാട്ടോ, അല്ലാതെ ഈ സമയം വരുന്നത് കൊണ്ട് ഇത് കിട്ടിക്കോളുന്നല്ല, കിട്ടത്തില്ല. ഇത് വ്യക്തിപരമായിട്ട് പ്രസംഗിക്കാനേ പറ്റത്തുള്ളൂ. കേട്ടനുസരിക്കുന്നവർക്ക് ആ നിത്യജീവനുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, പാപത്തെ ജയിക്കണം, നീതിക്ക് ദാസന്മാരാകണം, അവര് വിശുദ്ധിയിൽ തികഞ്ഞു വരണം. വിശുദ്ധിയിൽ തികഞ്ഞു വരുന്നവരുടെയാണ് രൂപാന്തരം നടക്കത്തുള്ളൂ, അവർക്ക് ആ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവശക്തി നമ്മളിൽ വരാത്തതിന് കാരണം, നമ്മളില്ല വരാത്തവന്റെ ഒരുവനിൽ ദൈവശക്തി വ്യാപരിക്കുന്നില്ലെങ്കിൽ എന്താ കാരണം? അവര് പാപത്തെ ജയിച്ചിട്ടില്ല. ചിലരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും പറയോ, എന്റെ ഉള്ള എന്ത് വേദനയാന്ന് അറിയാവോ, ഞാൻ എന്തോരം ഭാരം അനുഭവിക്കുന്ന അറിയാവോ. ഞാൻ തിരിച്ചൊരു ചോദിച്ചുകൊണ്ട്, നീ രക്ഷിക്കപ്പെട്ടതാണോ? കാരണം എന്നാന്നറിയാവോ? നിന്റെ ഈ വല്ലാത്ത ഭാരം എന്തിനാ? ഒന്ന്. രണ്ടാമത്, നീ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവളാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം നിത്യസമാധാനം നൽകൂലോ. പിന്നെ എന്തിനാ നീ വെറുതെ ആരോടാ നീ കടമെടുത്ത് സംസാരിക്കുന്നത്? ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, പാപത്തെ ജയിക്കണം കേട്ടോ. ഈ പാപത്തെ ജയിക്കാതെ സംഘടനയ്ക്കകത്ത് സഭയ്ക്കകത്ത് വരുന്നവനാണെന്ന് ഓർക്കണം, മറ്റുള്ളവർക്ക് പണി തരും. ഇവൻ നന്നാവൂല, ഇതിങ്ങനെ മുഴച്ചിങ്ങനെ നടക്കും. എന്താ പറയുക, ഒട്ടകം പോകുന്ന പോലെ പുറത്ത് രണ്ട് മുഴ ഇങ്ങനെ നിൽക്കും. അതിങ്ങനെ, അത് ഒരിടത്തും കയറ്റത്തുമില്ല, ഒരിടത്തും വിടത്തുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ചിലരുണ്ട്, പാപത്തെ അവർ ജയിക്കത്തില്ല. അവർക്ക് ഈ പറയുന്ന വചനമൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് പണവും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. പിന്നെ അവരോട് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പാപം ചെയ്യുന്ന വിശുദ്ധൻ അല്ലേ, പാപം ചെയ്യുന്ന വിശുദ്ധൻ പണക്കാരനാണെ പിന്നെ ഉപദേശമൊന്നും അവന്റെ തലയ്ക്ക് മീതെ പറക്കത്തില്ല അല്ലേ. ഉപദേശമോ ക്രമീകരണമൊന്നും അവന്റെ മീതെ പറക്കത്തില്ല. അവൻ പറയുന്നത് എനിക്കൊന്നിനും ഒരു കുറവില്ല. നിന്നെ കുറിച്ച് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്കൊന്നിനും കുറവില്ല, എനിക്ക് സഹോദരം ഹാളലിയ നല്ല കാഴ്ചയാണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ അന്ധനും കുരുടനും തുണിയില്ലാത്തവരെന്നൊക്കെ തന്നെ അവിടെ പറഞ്ഞേക്കുന്നല്ലേ. ഹാളലി അവിടെ വായിച്ചിരിക്കുന്നില്ല. അബോധിക സഭയ്ക്കകത്ത് അതിന്റെ 3-ാം അധ്യായം സഹോദരം ഹാളലി അവിടെ വായിക്കുന്നത് എന്താ? അതിന്റെ 16 ഞാൻ ധനവാൻ. ശ്രദ്ധിക്കണം കേട്ടോ, ഈ സഭയ്ക്കകത്ത് വന്നിട്ടേ ഈ ധനവാന്മാരെല്ലാം, മാനസാന്തരപ്പെടാത്ത ധനവാന്മാരെല്ലാം ശ്രദ്ധിച്ചോണം, പണിയാണ്. മാനസാന്തരപ്പെടാത്ത, അതായത് മാനസാന്തരപ്പെടാത്തെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അവയവങ്ങളിൽ പോരാടുന്ന പാപശക്തികളെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വന്തം അഭിഷേകത്തിന്റെ ശക്തിയിൽ അതിനെ ജയിക്കണം. അത് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളിൽ പോരാടുന്ന പാപത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ അനുസരിക്കാതെ വരികയാണ്. അതായത് മോഹം നിങ്ങളിൽ ഇങ്ങനെ നടന്നാലും, അത് മോഹം നിങ്ങളിൽ ഉടലെടുത്താലും അത് ഫലിക്കാതെ വണ്ണം നിങ്ങൾ ദാസനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയ്ക്കാണ്, അഭിഷേകത്തിനാണ്, പരിശുദ്ധാത്മാവിനെയാണ് അനുസരിച്ച് നടക്കുന്നത്. ഈ ഫോർമാറ്റ് അറിയാത്ത ധനവാന്മാരെല്ലാം പണി കിട്ടും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? പാസ്റ്റർമാർക്ക് സ്ഥലമാറ്റവും സാമ്പത്തിക പ്രശ്നവും പോരാട്ടവും വന്നു കഴിയുമ്പോൾ അവർ സത്യം പറയത്തില്ല. ഒരു വർഷം മറുവശത്ത് പണം കൂടി സെറ്റപ്പായ പിന്നെ അവർ പറയും നമ്മൾ ഈ പാപ വിഷയത്തിൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കാര്യം ഇതൊന്നും പറയരുത്. അതൊക്കെ പണ്ട് മൺമറഞ്ഞു പോയ അപ്പച്ചന്മാർക്ക് സ്വതന്ത്രം MDH-ഉം സ്വതന്ത്രം DD-യും സ്വതന്ത്രം ഡോക്ടറേറ്റ് ഒന്നും ഇല്ലാത്ത അപ്പച്ചന്മാർക്ക് പറഞ്ഞ പണിയായിരുന്നു സ്വതന്ത്രം നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കുകയെന്നുള്ള വചനമൊക്കെ അവർക്കുള്ളതായിരുന്നു. അവർ മൺമറഞ്ഞു ഉപദേശം പോയി. ഇന്ന് നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുന്നവരാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള വഞ്ചനയുടെ ആത്മാവ് ഒത്തിരി ഇന്ന് സ്വതന്ത്രം ഹോവർ ചെയ്യുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നില്ല, ബോധിക സഭയ്ക്കത്ത് പറയുന്ന എന്താണ് വായിച്ചേ? ഞാൻ ധനവാൻ. അടുത്തത്
സമ്പന്നനായിരിക്കുന്നു. ഭയങ്കര സഭയ്ക്കകത്ത് എന്റെ കയ്യിലുള്ളതുപോലെ വേറെ ആർക്കുമില്ല. ഒരു പെട്ടിക്കട വെക്കാനുള്ള കാശ് അവന് കാണില്ല. പക്ഷെ അവനും പറയുന്നു ഞാൻ സമ്പന്നൻ, ധനവാൻ, അല്ലേ? ഒരിടത്തും തൊടാതെ ഒരു 10-20 കോടി രൂപ എടുക്കാനുണ്ട്. അത്രയൊന്നുമില്ല. പിന്നെ എന്നെയാണോ സമ്പന്നൻ? അതുകൊണ്ടാണ് വചനം മറ്റടുത്ത് പറയുന്നത്, നിങ്ങളിൽ നോക്കിക്കേ, നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ കുലീനന്മാരേറെയില്ല, ധനവാന്മാരല്ല, അല്ല അങ്ങനെ ധനമുള്ളവരൊന്നും എവിടെ ഇല്ല, സഭയ്ക്കകത്തില്ല. അതൊക്കെ പുറത്താണ്, രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലൊക്കെ ധനമുള്ളത്. പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു ചൊല്ല് വരും, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഉള്ളതിൽ കൊള്ളാവുന്ന പണക്കാരനൊക്കെയാണ്. പക്ഷെ അവനോടാണ് ഈ പറയുന്ന മാനസാന്തരപ്പെടാതെ നിന്റെ ഇരിപ്പുണ്ടല്ലോ. വായിച്ചേ. എനിക്കൊന്നിനും മുട്ടില്ല. തലക്കെട്ട് നല്ല മുട്ട് കിട്ടുന്നത് വരെ അവൻ മുട്ടില്ലാതിരിക്കും. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രാർത്ഥിക്കാൻ വരുമ്പോ നല്ല പണമുള്ളവർ അവർ ഇനിയും കിട്ടാൻ പ്രാർത്ഥിക്കണം. എന്തിനാ അവർ? അത് അങ്ങനെ പറയില്ല കേട്ടോ, നേരെ അങ്ങനെ പറയില്ല. ഇനിയും കിട്ടാൻ ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ വന്നു പാസ്റ്റർ, എന്തോന്ന് അറിയത്തില്ല. എന്താ പറ്റുന്നുമല്ല, നീ ദൈവത്തിന്റെ കൃപയെന്ന് ഇപ്പൊ കർത്താവ് വഴിയില്ല അടച്ചു. അതാ സത്യം. അത് നേരെ പറയാൻ പറ്റും. അങ്ങനെയാണല്ലേ, ഇനി പറയാം ബാക്കിയാരും. അപ്പൊ പറയും വളരെ കഷ്ടം, മക്കളെല്ലാം ഭയങ്കര പ്രതിസന്ധി. അങ്ങനെ ഇപ്പൊ പ്രാർത്ഥിക്കണം. അപ്പൊ എന്ത് വേണം? നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞ് ഇത് പൂർവ്വസ്ഥിതിയിലാക്കി തരണം. ഇവന്റെ മക്കൾ വഴിതെറ്റിയതായിരിക്കും, പിന്മാറ്റത്തിലായിരിക്കും. ഇതുവരെ തിന്നുപിടിച്ചാന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തിയത്. അപ്പൊ കർത്താവ് പിടിച്ച് ഇനി അങ്ങനെ പോകണ്ട, ഇനി പ്രാർത്ഥനയും പാട്ടൊക്കെ ആകാമെന്ന് പറഞ്ഞാണ് കർത്താവ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇവര് വിളിച്ചിട്ട് പറയുകയാണ് കർത്താവിനോട് പറഞ്ഞ് പഴയതുപോലെ ആക്കി തരണോ. ഇതാണ് പലരുടെയും പ്രശ്നം, പല സമ്പന്നന്മാരുടെയും പ്രശ്നം. ഉള്ളതുപോലെ ഇനിയും വേണം ഇനിയും വേണമെന്നാ. ഒരു പണക്കാരൻ പോലും വിളിച്ചിട്ട് പാസ്റ്റർ എന്റെ കയ്യിൽ ഒരു ഇത്ര കോടി രൂപ ഇരിപ്പുണ്ട്, എനിക്കിത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം, ദൈവവേലയ്ക്ക് വേണ്ടി ഇത് പ്രയോജനപ്പെടണം, കർത്താവിന്റെ വേല അടുക്കലാണ്, ഇത് വെച്ചിട്ടുള്ളത് കാര്യമില്ല, എങ്ങനെ നമുക്കിത് ഉപയോഗിക്കപ്പെടാമെന്ന് പറയാൻ ഒരു പണക്കാരനും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അത് കേരളക്കരയില് ആരിലും അത് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ കേരളത്തിന്റെ രൂപം നോക്കുമ്പോൾ ഒരു പാവയ്ക്കയുടെ സ്റ്റൈലാണ് നിൽക്കുന്നത്. എവിടെ തൊട്ടാലും അത് മാറയുടെ അനുഭവം, എവിടെ തൊട്ടാലും മാറയുടെ അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് നിൽക്കുന്നത്. വായിച്ചേ. എനിക്കൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം വെക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അവിടെ ഞാൻ ചോദിക്കട്ടെ, ലവോദിക്ക സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഉപദേശം അനുസരിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം? അവര് ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെ പ്രാർത്ഥിക്കണം? അവിടെ പറയുന്നത് എന്താണ്? അവിടെ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കും, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനാണ്. അടുത്തത്, ഈ ഭാഗ്യവാന്മാരാരാ? ആരാ? സ്വർഗ രാജ്യത്തിൽ ചെല്ലുന്നവരാണ്. അവരാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരുടെ ഭാഗ്യവാന്മാര്. അപ്പോ ആ ജീവപുസ്തകത്തിൽ ആരുടെ പേരില്ല? അപ്പോ പ്രസ്ഥാനത്ത് സംഘടന സഭയ്ക്കകത്ത് വന്നിട്ട് മാനസാന്തരപ്പെടാതെ ഉപദേശത്തിൽ നിൽക്കാത്ത സമ്പന്നന്മാരെ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ഓർത്തോണം. നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞ ഏതർത്ഥത്തിലെന്ന് നിർഭാഗ്യവാൻ? ജീവപുസ്തകത്തിൽ പേരില്ല, അതാണ് നിർഭാഗ്യവാൻ എന്ന് പറയുന്നത്, അല്ലേ? നിർഭാഗ്യവാൻ. വായിച്ചേ. നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ബുദ്ധി പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. കാര്യം ജീവപുസ്തകത്തിൽ പേര് വരണമെങ്കിൽ ആ ഒരു പദത്തിലാണ് നിർഭാഗ്യം എന്ന് അർത്ഥം വരുന്നത്. കാര്യം ജീവപുസ്തകത്തിൽ പേരില്ല ഇവരുടെ. ആമേൻ. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഇപ്പൊ എടുക്കാൻ സമയമില്ല, നമുക്ക് ഈ ഭാഗം നമുക്ക് തുടർന്ന് വായിച്ച് പോണല്ലോ. അവിടെ വായിക്കുന്നത് അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും നീ അറിയാതിരിക്കുക. ഇവനെ അറിയുന്നില്ല. ഇത് ഇവന്റെ ജീവിതത്തിലെ പ്രശ്നം ഇവനെ അറിയുന്നില്ല. അത് അങ്ങനെ അറിയാത്ത ഒരു അവസ്ഥയിൽ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്.
ഞാനൊന്നും അറിയുന്നില്ല. അതാ ചിലരോട് കാര്യം ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല പാസ്റ്ററെ, എനിക്കൊന്നും അറിയത്തില്ല. അടുത്ത് അവൻ ജ്യൂസും കുടിച്ച് കിടന്ന് ഉറങ്ങുവൻ അറിയത്തില്ല. അവന്റെ പോക്കനുസരിച്ച് നിത്യ നരകത്തിലേക്കുള്ള പോക്കായിരിക്കും. പക്ഷെ അവനത് അറിയത്തില്ല, അങ്ങനെയും പോകും. അപ്പൊ ഒരു കാര്യം തിരിച്ചറിയണം, നരകത്തിലേക്ക് ലിസ്റ്റ് എഴുതിയിരിക്കുന്നവരൊന്നും ഭൂമിയിൽ അറിയത്തില്ല അവന്റെ ലിസ്റ്റ് നരകത്തിലേക്കാണെന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞതെന്നാന്ന്? അല്ലാതെ സ്തോത്രം, നാം തിരിച്ചറിയണം നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിന് കാരണമാണ്. നമ്മളിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായി നമ്മൾ നോക്കണം. സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, ലഭിക്കേണ്ടത് കണ്ണിലെഴുതുവാൻ ലേബോ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പോൾ എന്താ കർത്താവിനോട് പ്രാർത്ഥിക്കണം? കർത്താവേ, ദൈവരാജ്യത്തിൽ ഞാൻ ചെല്ലുവാൻ, ജീവപുസ്തകത്തിൽ എന്റെ പേര് എഴുതുവാൻ, യോഗ്യമായ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണം. കർത്താവേ, കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം എനിക്ക് ബുദ്ധി നൽകണം. എന്റെ കുറവ് എനിക്ക് വെളിപ്പെടുത്തണം. ഇതാണ് പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ കുറവ് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ആരും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ഏറ്റവും ഭയപ്പെടുന്ന പ്രാർത്ഥനകൾ അതൊക്കെയാണ് അനേകർക്ക്. എന്റെ കുറവൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പലർക്കും കഴിയാത്ത കാര്യം, ഞാൻ സമ്പന്നനായിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലേക്ക് ഉയരുവാൻ ഒരുവന് കഴിഞ്ഞില്ലെങ്കിൽ അത് വീഴ്ചയുടെ ആരംഭം തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ ഭാഗം നമ്മൾ വായിച്ച് നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ. അവിടെ വായിച്ച് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഭയ്ക്കകത്ത് ആ പദം ശ്രദ്ധിക്കണം. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് ആ പദം ശ്രദ്ധിച്ചോ? സ്തോത്രം. അവിടെ പറയും ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുന്നു. കണ്ടോ? ബുദ്ധി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് ഇവനോട് പറയുന്നതാണ്. ഇത് വീട് പോയവരോടും കർത്താവിന്റെ കൃപയിലേക്ക് വരാത്തവരോട് പറയുന്നതാണ്. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും. അപ്പൊ അങ്ങനെ അത് പറയണമെന്നുണ്ടെങ്കിൽ ലവോദിക്ക സഭയ്ക്കകത്ത് ഈ ധനവാന്മാര് എന്നിനും മുട്ടിലെന്ന് പറയുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ കുഴപ്പക്കാരനാണെങ്കിൽ, ഞാൻ പ്രശ്നത്തിലാണെങ്കിൽ പാസ്റ്ററെ, ദൈവം എന്നെ സന്ദർശിക്കണ്ടേ? സന്ദർശിക്കത്തില്ല എന്നുള്ളതാണ് സ്വർഗത്തിന്റെ മറുപടി. നീ ദൈവത്തിന്റെ സന്ദർശനത്തിന് നീ അർഹനാകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പിൽ കുറെ ചവിട്ടുപടികളുണ്ട്. ആമേൻ. നീ കർത്താവിന്റെ സന്ദർശനത്തിന് നീ അർഹത നേടണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായി നീ കടന്നു പോകേണ്ട കുറെ പ്രാർത്ഥനയുടെ വഴിത്താരകളുണ്ട്. അവിടെയൊന്നും നിന്നെ കണ്ടിട്ടില്ല. നീ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ നീ പറ അതൊന്ന് വെളിപ്പെടുകയില്ല. എഴുതി വെച്ചിരിക്കുന്ന വെളിപ്പെടുത്തുന്നതാണോ? അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നീ അറിയത്തില്ല അത്. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. നീ അറിയത്തില്ല മകനെ. നീ ചോദിച്ചല്ലോ, ദൈവമേ അങ്ങ് ഇറങ്ങി വന്ന് എന്നെ അങ്ങ് രക്ഷിക്കുക. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചതിന്റെ പിന്നിലെ ഒരേ ഒരു കാരണം നിന്റെ ധനവാ. നിന്നെ ഇങ്ങനെ പുളപ്പിലേക്ക് നിന്നെ നയിച്ചത് നിന്നിലെ പണത്തിന്റെ ഹുങ്കാണ്, നിന്നിലെ ധനത്തിന്റെ സ്തോത്രം. ആ ചിന്തയാണ്, ഒന്നിനും കുറവില്ലെന്നുള്ള ചിന്തയുണ്ടല്ലോ, ആ ചിന്തയാണ് നിന്റെ നാവിൽ ഈ വാക്കുകൾ നിനക്ക് നൽകിയത്. അങ്ങനെയാണ് നിന്റെ വായിലെ വാക്കുകൾ കൊണ്ട് തന്നെ നീ ന്യായവിധിയിലേക്ക് പോകണം. നീ അറിയാൻ പാടില്ല, ജീവന്റെ വഴി നീ അറിയരുത്, തോട്ടത്തിലേക്കുള്ള വഴി നീ കാണരുത്.
തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആദാമേ, നീ മടങ്ങി വരരുത്. കാര്യം തോട്ടം സൂക്ഷിക്കേണ്ടതിന് തമ്മിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലയാൽ തമ്മിൽ തിരിയുന്ന വാളുകൾ കൊണ്ട് കെരൂബുകൾ അതിന് കാവൽ നിൽക്കുകയാണ്. അതിന്റെ നടുവിലേക്ക് തകരേണ്ടതിന് കയറിപ്പോയ പുത്രനെ നിനക്ക് വെളിപ്പെടാത്തിടത്തോളം നീ ഒരിക്കലും എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു എന്നുള്ള സത്യം നീ ഗ്രഹിക്കാതിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ഒരാളെ വിധിക്കുകയും പഴിക്കുകയും ചെയ്യുമ്പോഴേ ഞാൻ ആരുടെ കുറ്റമാ പറയുന്നത്, ആരെ ഞാൻ വിധിക്കുന്നത്, ആരെ ഞാൻ തൂക്കി നോക്കുന്നത്, അവരപ്പുറത്ത് മാനസാന്തരപ്പെടുകയായിരിക്കും, അവരപ്പുറം സ്വർഗരാജ്യത്തിന് ഒരുങ്ങുകയായിരിക്കും, അവർ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കായിരിക്കും. നീ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അവന്റെ കുറ്റവും കുറവും എടുത്തു നോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ചെയ്തത് അവന്റെ കുറവും കുറ്റവും മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നതിലെല്ലാം ഞാൻ എന്തോ സമർത്ഥനാണ്, എന്തോ പ്രത്യേകതയുള്ളവനാണ്, ഞാൻ അവനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടോ. ഈ ചിന്താഗതിയിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറുവശത്ത് അവൻ ദൈവത്തിന്റെ ശാസനയിലും ശിക്ഷണത്തിലും അവന് രൂപാന്തരവും മാനസാന്തരവും വന്ന് അവൻ സ്വർഗരാജ്യത്തിന് ഒരുങ്ങുകയായിരിക്കും. നീ അത് അറിയുന്നില്ല. ധനവാന്റെ പ്രശ്നം ഇതാണ്. ധനവാൻ മറ്റുള്ളവനെ എല്ലാം ഉപദേശിച്ചു, മറ്റുള്ളവനെ എല്ലാം അളലേസ്വതം വിധിച്ചു, മറ്റുള്ളവരെല്ലാം തൂക്കി നോക്കി. അവൻ അറിയുന്നില്ല അവന്റെ കുറവ് എവിടുന്ന്. അവൻ നഗ്നനും അരിഷ്ടനും ആയിരുന്നു എന്നുള്ളത് അവൻ അറിയുന്നില്ല. അതുകൊണ്ട് കർത്താവിടെ പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പലരും അടികൊള്ളുമ്പോഴും പലരും വേദനിക്കുമ്പോഴും പലരും വീഴുമ്പോഴും ശ്രദ്ധിക്കണം, അതെല്ലാം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് പറയാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളാണ് തെറ്റിപ്പോകുന്നത്. ശ്രദ്ധിക്കണം, അവിടെ വചനം പറയുന്ന തന്നെ തനിക്ക് പ്രിയമുള്ളവരെ താൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന. ആകയാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക. കണ്ടോ, ഒരു ജാഗ്രത വേണം, മാനസാന്തരം വേണം. മാനസാന്തരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ധനവാൻ എന്ന് പറഞ്ഞത്, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം, ക്രിസ്ത്യ ജീവിതത്തിന്റെ അകത്തെ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ മറ്റൊരുത്തരെ കാണിക്കാൻ വേണ്ടി നീ പോകരുത്. ചിലർക്കൊരു വലിയ പ്രശ്നമാണ്, ചെന്ന് കേട്ടോ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയതൊരു കാണിച്ചിട്ടാണെങ്കിൽ അതുകൊണ്ട് അവരെ ഒന്ന് വിഴുങ്ങുകയാണ്. നീ ആ സ്വഭാവമൊക്കെ മാറ്റി വെച്ച് ദൈവസന്നിധിയിലേക്ക് വരണം. വായിച്ചടുത്ത വാക്യം വായിച്ചേ. കണ്ടോ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. കണ്ടോ, ഈ ഇതിന്റെ അകത്ത് ആരൊക്കെയാണ്? ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്. അപ്പോൾ ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കുന്നത്, വീണുപോയവന് മുമ്പിൽ ദൈവം വാതിക്കൽ മുട്ടുന്നുണ്ട്, അവന് കേൾക്കാൻ കഴിയുന്നില്ല. അവൻ ദൈവം അവന്റെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന അവന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അകത്തുണ്ട് പല അനർത്ഥങ്ങളും പ്രത്യക്ഷമായി കഴിയുമ്പോഴാണ് ദൈവം ഇതിന്റെ പിന്നിൽ ഇടപെട്ടിരുന്നു എന്നൊക്കെ അറിയുന്നത്. എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്താണ് ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇന്നും മനസ്സിലാക്കണം കേട്ടോ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന വിഷയം ഏതാ എന്ന് നമ്മളൊന്ന് നോക്കാൻ റെഡിയാകണം. ഹല്ലേലൂയ. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. കാരണം എന്നാ, നിനക്ക് മാനസാന്തരം ഉണ്ടെങ്കിലേ ജാഗ്രത ഉണ്ടെങ്കിൽ. എന്തിനാ ജാഗ്രത? കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുമ്പോൾ കേൾക്കാൻ കഴിയണം. ജാഗ്രതയുള്ളവർക്ക് വാതിലിന്റെ അനക്കത്തെ ശ്രദ്ധയോടെ കാണാൻ കഴിയത്തുള്ളൂ. ജാഗ്രതയുള്ളവരായിരിക്കാം. വാതിൽ കാവൽക്കാരനാണെങ്കിലും ജാഗ്രത വേണം, അല്ലേ? അപ്പോൾ ജാഗ്രത ആർക്കാ വേണ്ടത്? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വായിച്ചേ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കണ്ടു. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം സന്ദർശിക്കുന്ന കാര്യം ഏതാന്ന് മനസ്സിലാക്കി ആ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. നിങ്ങൾക്കുണ്ടോ ആ ചിന്ത? ഇവിടെ പറയുന്നത്, ഞാൻ രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് എല്ലാവർക്കും ചോറും കഞ്ഞിയും വെച്ചു, എല്ലാ കറികളും ഉണ്ടാക്കി, കൃത്യസമയത്ത് സഭയെ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു, ഇതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും. ചിലരുടെ ചിന്തയാണ് ഇതൊക്കെ. ഇതുകൊണ്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. താമസിച്ച് എഴുന്നേൽക്കുന്നതിനേക്കാളും ഞാൻ ആരംഭത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു, അതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം.
അതിന് നീ ജാഗ്രതയുള്ളവനാകണം, മാനസാന്തരപ്പെട്ടവനാകണം. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന കാര്യം ഏതാണെന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്റെ കാര്യത്തിൽ ഇടപെടുന്ന പോലെയല്ല നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഇടപെടുന്ന പോലെയല്ല ദൈവം മറ്റൊരുവന്റെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണം. വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന പദം ശ്രദ്ധിക്കണം. ജയിക്കുക, ജയിക്കുക. എവിടെയൊക്കെ ജയിക്കണം? ധനവാനാണെങ്കിൽ നീ ദരിദ്രനാണെന്ന് കാണാൻ നീ ജയിക്കണം. നിന്റെ കുറവേതെന്ന് മനസ്സിലാക്കാൻ നീ ജയിക്കണം. നീ പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കുവാൻ നീ ജയിച്ചേ മതിയാകത്തുള്ളൂ. ഇവിടെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അത് കേൾപ്പാൻ നീ ജയിക്കണം. വാതിൽ തുറക്കുവാൻ നീ ജയിക്കണം. അവനോട് കൂടി ഇരിക്കുവാൻ നീ ജയിക്കണം. അങ്ങനെ ജയിച്ചവർക്കേ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ഇരിക്കുവാൻ പറ്റത്തുള്ളൂ. കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചാൽ, ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് നമ്മളെ വിളിച്ചാൽ, കർത്താവ് നമ്മളെ അരുളി ചെയ്താൽ, അത് മറ്റുള്ളവരുടെ ഇൻഹിതത്തിനുള്ളതല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ. നാം സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ ആ സ്റ്റെപ്പുകൾ പലരെ വേദനിപ്പിക്കുന്നതായി തീരും, പലരുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തീരും. പലരും നമ്മളെ കുറിച്ച് കണ്ടിരിക്കുന്ന വീക്ഷണത്തിന് ഘടകവിരുദ്ധമായിട്ടായിരിക്കും ദൈവത്തിന്റെ പ്രോഗ്രാം കർത്താവ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ നീ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പലരുടെയും താല്പര്യങ്ങളെ നീ സൂക്ഷിക്കാതെ നടക്കാൻ തുടങ്ങും. പലരെ പ്രസാദിപ്പിച്ച് നടന്ന നിന്റെ പൂർവ്വകാലത്തെ വിട്ട് പലരുടെ മുഖം കറക്കത്തക്ക നിലവാരത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട വഴികളിലൂടെ ഞാൻ നടക്കുന്നതല്ല ദൈവത്തിന്റെ വഴി എന്നുള്ളത് മനസ്സിലാക്കണം. കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ നീ പലരുടെ മുമ്പിൽ നിന്നും മാറിപ്പോയേ മതിയാകത്തുള്ളൂ. നീ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ, ഇന്ന് വായിച്ച 1-ാം സങ്കീർത്തനത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട വാക്യമാണ് ഒന്നാം സങ്കീർത്തനം 1-ാം വാക്യം. എന്താ വായിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ശ്രദ്ധിച്ചേ, കർത്താവിനോട് കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ കുറെ വഴികളിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ സങ്കീർത്തനം വായിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ശ്രദ്ധിക്കണം, നിന്റെ വാതിൽ അടഞ്ഞു വർഷങ്ങളോളം കിടന്നത് ദുഷ്ടന്മാരുടെ ആലോചനയായിരുന്നു. ദുഷ്ടന്മാരുടെ ആലോചനയായിരുന്നു. പാപനിമിത്തം നീ ബന്ധിക്കപ്പെട്ടു പോയി, പാപനിമിത്തം നീ വീണുപോയത് എന്തുകൊണ്ടാണ്? സ്തോത്രം, ദുഷ്ടന്റെ ആലോചനയായിരുന്നു. എന്നാൽ നീ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, അവന്റെ ഇമ്പശബ്ദം കേൾക്കുവാൻ, കർത്താവിന്റെ ജീവിതത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ നീ ഗ്രഹിച്ച് അതിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ മനസ്സിലാക്കണം, കർത്താവ് നിന്നോടുകൂടെ ഇരിക്കുവാൻ തുടങ്ങി, കർത്താവ് നിന്നോടുകൂടെ വരുവാൻ തുടങ്ങി. നീ കർത്താവിനോട് കൂടെ ഇരുന്നപ്പോൾ നിനക്ക് അതുവരെ പ്രിയപ്പെട്ടവരായിരുന്നവർ ഇപ്പോൾ നിനക്ക് ശത്രുക്കളായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, അടുത്തത് പാപികളുടെ, എന്തുകൊണ്ടാ മകൻ അതിന്റെ ജീവിതത്തിൽ ആ വാതിൽ അടഞ്ഞു പോയത്? പാപികളുടെ വഴിയിൽ നീ ഒരിക്കൽ നിന്നു. നീ പാപികളുടെ വഴിയിൽ നിന്നപ്പോൾ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു. കർത്താവ് മുട്ടിക്കൊണ്ടിരുന്നു. നിന്റെ പാപത്തിന്റെ വഴിയിൽ നിന്ന് മടങ്ങി വരുവാൻ അത്താഴം വരെയും കർത്താവ് മുട്ടിക്കൊണ്ടു നിന്നു. എന്നാൽ നീ മുട്ട് കേട്ട് നീ തുറന്നു കഴിഞ്ഞാൽ കർത്താവ് നിന്നോടുകൂടെ ഇരിക്കും. നീ കർത്താവിനോട് കൂടി ഇരിക്കും, കർത്താവ് നിന്നോടുകൂടെ ഇരിക്കും. നാം പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അവയവങ്ങളെ നീതിക്കും വിശുദ്ധിക്കും സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, തേജസ്കരണത്തിനായി നമ്മളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പാപത്തിന്റെയും ദുഷ്ടന്റെയും വഴിയിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ചൊഴിക്കും. അങ്ങനെ നീതിയുടെ മാർഗത്തിൽ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുമ്പോൾ മനസ്സിലാകണം, ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. കർത്താവിന്റെ വഴികൾ നമ്മളിൽ വെളിപ്പെടുവാൻ നമ്മൾ വാതിൽ തുറന്നു. അത് നിമിത്തം കർത്താവ് നമ്മളോടുകൂടെ ആയിരുന്നു. കർത്താവ് നമ്മളോടുകൂടെ ആയിരുന്നപ്പോഴാണ് നമ്മളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് നമുക്ക് ലജ്ജ തോന്നാൻ തുടങ്ങി. റോമാലേഖനം നമ്മൾ വായിച്ച് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് നമുക്ക് ലജ്ജ തോന്നി തുടങ്ങി. അങ്ങനെയല്ല ഇവിടെ വായിക്കുന്നേ, എന്തൊരു ഫലമുണ്ട്. കഥ കടച്ച് പുറത്ത് കിടന്നപ്പോഴേ, കർത്താവിനോടുകൂടെ ഇല്ലാതിരുന്നപ്പോഴേ എന്തൊരു ഫലം ഉണ്ടായിരുന്നു. വായിച്ചേ. ഇപ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നത് തന്നെ ഒരിക്കൽ നമുക്ക് ലജ്ജ തോന്നിയിരുന്നത്. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് ലജ്ജയായിരുന്നു.
കർത്താവിന് നേർക്ക് വാതിലടച്ചാലുണ്ടല്ലോ, നീ ഈ സ്തോത്രം ചെയ്യുന്നതൊക്കെ നിനക്ക് സുഖമെന്ന് വിചാരിക്കും. പക്ഷെ കർത്താവിന്റെ മുട്ട് കേട്ട് നീ വാതിൽ തുറന്ന് കർത്താവിനോട് കൂടെ ഇരുന്നാലുണ്ടല്ലോ, ആ വാതിലിന്റെ അപ്പുറത്ത് നീ ചെയ്തു കൂട്ടിയതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിനക്ക് ലജ്ജയായിട്ട് തീരും. കർത്താവിനെ ഉപേക്ഷിച്ച് നീ പോയതും ചിന്തിച്ചതും പറഞ്ഞതും തെരിഞ്ഞ തീരുമാനങ്ങളെല്ലാം ലജ്ജയായിട്ട് പിന്തുടരും. വായിച്ചേ. ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. കണ്ടോ, വാതിൽ അങ്ങനെ അടഞ്ഞു കിടന്നിരുന്നെങ്കിൽ അതിന്റെ അവസാനം എന്തായി തീരും? മരണമായി തീരുമായിരുന്നു. മരണമായി തീരുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, അത് തന്നെ വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നത്, അതിന്റെ അവസാനം നാശമായി തീരുമായിരുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നത് സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം, അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. അവിടെ വായിക്കുന്നത് മുട്ടില്ല, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടത് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയിലെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിന്റെ സ്വത്ത് കാഴ്ച ലഭിക്കുവാൻ തണുത്ത കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മെ ഡയറക്റ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് നമ്മളെ നടത്തുവാൻ പരിശുദ്ധാത്മ ഇടപെടുന്നുണ്ട്. അടുത്തത് സ്തോത്രം, ബുദ്ധി പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് എന്റെ വാതിൽ തുറന്നാൽ സ്തോത്രം ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. അടുത്ത വാക്കി ജയിക്കുന്നവന് കണ്ടപ്പോ വരം നൽകുന്നത് ആർക്കാണ്? ശ്രദ്ധിക്കണം, ജയിക്കുന്നവർക്കാണ്. ഈ പറഞ്ഞ സ്റ്റേജുകളിലൂടെ കടന്നുപോയി ജയിക്കണം. ഓരോ പരീക്ഷയുടെ സ്റ്റേജ് കാണുമ്പോഴല്ല പ്രതിഫലം, അതിനെ ജയിച്ച് പുറത്തു വരണം. അത് ഓരോരുത്തർക്കും വ്യക്തിപരമാണ്. ചിലരെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്. ആ പിടിച്ചതുപോലെ കരയ്ക്ക് കയറിയിരിക്കുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, ചന്ദ്രനക്ഷത്ര ഗോളങ്ങളെ കടന്ന് അക്കരെ നാട് നീ പ്രതീക്ഷിക്കണ്ട. കാര്യം ഈ ലോകത്തിൽ അവന്റെ നാമത്തിനു പ്രതി ഒരു ഗുണവും വരാത്ത നീ എങ്ങനെയാ ദൈവരാജ്യത്തിൽ പോകുന്നത്? അങ്ങനെയെങ്കിൽ അവിടെ അധ്വാനിച്ച് കണ്ണുനീരോടെ വിതച്ച് എന്നവര് അവിടെ ചെന്നിരിക്കുമ്പോൾ നിനക്ക് അവിടെ സ്ഥാനം ഉണ്ടാവുമെന്നാണോ വിചാരിക്കുന്നത്? സ്തോത്രം. നമ്മൾ സ്തോത്രം മനസ്സിലാക്കണം, പ്രസംഗിച്ച് ചിലർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. തിരുവഴുത്തിലെങ്ങും പറയുന്നില്ല അങ്ങനെയുള്ളവരെ കൊണ്ടുപോകും. തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരിടത്തും പറയുന്നില്ല അങ്ങനെയുള്ളവരെ കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നേ. ആമേൻ. അവിടെ ശ്രദ്ധിക്കണം. അടുത്ത് വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. കണ്ടോ, അപ്പോൾ ജയം. ഇവിടെ ഒരു പോരാട്ടമുണ്ട്, ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിനെ ജയിച്ചേ മതിയാകത്തുള്ളൂ. ചിലർ പറയുന്നു, ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു വളരെ ഭാരപ്പെട്ട, അവർ പറയുന്നത് സ്നാനപ്പെട്ട സ്വർഗത്തിൽ പൊക്കോടും. നോ 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 നോ. സ്നാനം പ്രൈം സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പാപത്തോട് പോരാടുന്നതിൽ നീ തോറ്റുപോയാൽ നിനക്ക് രൂപാന്തരം വരത്തില്ല. പാപത്തെ ജയിക്കണം. ഹല്ലേലൂയ. സഹോദരൻ, അവിടെ വായിക്കുന്നത് എന്താണ്? നമ്മൾ റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് 2-3 വാക്കുകൾ വേഗം വായിച്ച് നമുക്ക് നിർത്താം. സ്തോത്രം. 8-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം അവിടെ വായിക്കുന്നത് സ്തോത്രം അതിന്റെ സ്തോത്രം അതിന്റെ 2 മുതൽ വായിച്ചേ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം പറ്റി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രമാണം, അത് ജീവന്റെ പ്രമാണമാണ്. അത് ആ പ്രമാണം, ആ ലോ, ആ നിയമം എനിക്ക് മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ, അതായത് എന്താ അങ്ങനെയാണ് 8-ാം വാക്യം 8-ന്റെ 1 വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി. ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തതെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവ് വസിക്കുന്നവർക്ക് മാത്രമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുകയും അവർ അവരുടെ ശരീരത്തെ ജീവനും വിശുദ്ധിക്കുമായി സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് നിത്യജീവനുള്ളൂ. അടുത്തത് ആ വാക്ക് ശ്രദ്ധിക്കും, ജീവന്റെ ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും
മരണത്തിന്റെയും പ്രമാണം. അപ്പൊ പാപത്തിനൊരു പ്രമാണമുണ്ട്, മരണത്തിന്റെ പ്രമാണമുണ്ട്. നമ്മൾ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കയറി വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിക്കും വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും ഏതിനെതിരായി തീരും എന്നറിയാമോ? മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിന് എതിരായി തീരും. രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിന് കീഴിലാണ് ആയിരിക്കുന്നത്. അവർ പാപത്തിന് കീഴിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന് അഭിഷേകം പ്രാപിച്ച് നമ്മുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിക്കും വേണ്ടി സമർപ്പിക്കുമ്പോൾ സ്വന്തം പാപത്തിനും മരണത്തിനും വിധേയപ്പെട്ട് കിടക്കുന്ന പാപ മനുഷ്യരോട് നമ്മുടെ ജീവിതം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ വഴികളോട് നമ്മുടെ വഴികൾ എതിരായിരിക്കും. അവരോട് ശത്രുത്വമായിരിക്കും നമ്മുടെ വഴികൾ. അവരുടെ സ്വന്തം പ്ലാനുകൾക്ക് എതിരായിരിക്കും നമ്മുടെ വഴികൾ. കാരണം നമ്മൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവന്റെ ശരികൾ ആത്മാവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് തെറ്റാണ്. അവരുടെ വഴികൾ ആത്മാവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് തെറ്റാണ്. നമുക്ക് ശരിയായത് പലതും സഹോദരൻ ലോക മനുഷ്യന് തെറ്റായിട്ടും വ്യാജമായിട്ടും ഭോഷ്കായിട്ടുമാണ് തീരുന്നത്. ഇങ്ങനെ തമ്മിൽ അതൊരിക്കലും ഒന്നായി തീരാതെ അത് സ്വന്തം വിഭിന്നമായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ആത്മാവിന്റെ പ്രമാണമില്ലാത്ത ഒരുവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്തിനാ? കുറെ അത്ഭുതം ചെയ്യാനല്ല, കുറെ രോഗികളെ സൗഖ്യമാക്കി പ്രസ്ഥാനം കെട്ടിപ്പൊക്കാനും തുള്ളാനും ചാടാനും അല്ല. നാം വ്യക്തിപരമായി നമ്മളിൽ ഇരിക്കുന്ന പാപത്തിന്റെ ശക്തികളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കേണ്ടതിന് നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയും എന്റെ ജഡം എന്റെ ആത്മാവിനോട് പോരാടുന്ന മോഹങ്ങളെ അനുസരിക്കാതെ ഇരിക്കണം. അതിനാണ് പരിശുദ്ധാത്മ നൽകിയിരിക്കുന്നത്. വായിച്ചേട്ടെ, അടുത്ത വായിച്ചേ. സമയം പോയി. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കൊട്ടേഷനാണ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഞാൻ കണ്ട മറ്റൊരു കൊട്ടേഷൻ കണ്ടു പറഞ്ഞാൽ ഞാൻ നിമിത്തമാണ് യേശു ക്രിസ്തു മരിച്ചത്. അതിനാരും കൈയടിക്കുന്നില്ല. എന്താ? ഞാൻ നിമിത്തമാണ്, ഞാൻ കാരണമാണ് യേശു ക്രിസ്തു മരിച്ചത്. എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമുക്കും കുഴപ്പമൊന്നുമില്ല. സ്വതന്ത്രം. ഞാൻ കാരണമാണ് പാപമറിയാത്ത ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ മരണപ്പെട്ടത്. അതിന്റെ അകത്ത് ഉത്തരവാദിത്വം മുഴുവൻ എനിക്കായി. ആ ഉത്തരവാദിയാകാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിലേ ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വായിച്ച വാക്യത്തിൽ ഇവിടെ വായിക്കുന്ന ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അടുത്തത് പാപത്തിൽ ജഡത്തിൽ ശിക്ഷ, അതായത് പാപം അറിയാത്ത പുത്രൻ നമ്മുടെ അകൃത്യം പുത്രന്റെ മേൽ പിതാവ് ചുമത്തിയപ്പോൾ, മുഴു ലോകത്തിന്റെയും പാപം പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തിയപ്പോൾ പിതാവിന്റെ നീതി പറഞ്ഞു ഇടയനെ വെട്ടാൻ പറഞ്ഞു. അങ്ങനെയാണ് പുത്രനെ കാൽവറിയിൽ തകർക്കുന്നത്. നമ്മുടെ എല്ലാ അകൃത്യം പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ആരിൽ പാപമിരിക്കുന്നോ അവൻ തകർക്കപ്പെടണം, അവൻ മുറുക്കപ്പെടണം, അവൻ സ്വന്തം ചിതർന്ന അനുഭവത്തിലേക്ക് ശിക്ഷയിലൂടെ കടന്നു പോകണം. അപ്പൊ മുഴു ലോകത്തിന്റെ അകൃത്യവും പാപവും ദൈവോത്തരയിൽ വസിച്ചപ്പോൾ അവനെ തകർത്ത് കളഞ്ഞപ്പോൾ മനസ്സിലാക്കണം, പാപം ഒട്ടും അറിയാത്തവനെയാണെന്ന് ഓർക്കണം. സകല പാപത്തിനും അർഹനാക്കി അവന്റെ മേൽ പാപത്തെ ചുമത്തി അവനെ തകർത്തത്. ആ അനുഭവത്തിൽ ഭൂമിയിൽ ഒരു മനുഷ്യനും തകർന്നിട്ടില്ല, മരിച്ചിട്ടില്ല, ആ വേദനകൾ അനുഭവിച്ചിട്ടില്ല. നാം എല്ലാം പാപത്തിൽ ജനിച്ച് ജീവിച്ചു. നാം പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം അനുഭവിക്കാൻ യോഗ്യരായിരുന്നു. എന്നാൽ പാപം അറിയാത്ത പുത്രനാകുന്ന യേശു കർത്താവിന്റെ മേൽ പിതാവ് അകൃത്യങ്ങളെ ചുമത്തി അവനെ തകർത്തപ്പോൾ മനസ്സിലാക്കണം, സകലർക്കും വേണ്ടി അവൻ തകർക്കപ്പെട്ടപ്പോൾ അത് ദൈവത്തിന്റെ നീതിയാണോ? എന്നാൽ മനസ്സിലാക്കാൻ തകർച്ച അനുഭവിച്ചവന്റെ നീതി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അവനെ മരണവാസങ്ങളെ അടിച്ച് അവനെ ഉയർപ്പിക്കണം. അതാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു മൂന്നാം നാൾ മരണവാസികളെ അടിച്ച് ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം വേഗം വായിച്ചേ. മനസ്സിലാക്കട്ടെ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ നാം നമ്മൾ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ഇത് വ്യക്തിപരമാകട്ടോ, കളക്റ്റീവ് അല്ല.
ഇത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമാണ്. ഏത് ആത്മാവിനനുസരിച്ച് നടക്കുക. ഞാൻ ആത്മാവിനനുസരിച്ച് നടന്നാൽ നിങ്ങൾക്ക് ഗുണമില്ല. നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടന്നാൽ എനിക്ക് ഗുണമില്ല. നമ്മൾ ആത്മാവിനനുസരിച്ച് വേറെ ആർക്കും ഗുണമില്ല. ഞാൻ ആത്മാവിനനുസരിച്ച് നടന്നാൽ എൻ്റെ ശരീരം രൂപാന്തരം പ്രാപിക്കുന്ന പദ്ധതിക്കകത്ത് ഞാൻ അർഹനായി തീരും. കാവളം നൊരിക്കുമ്പോൾ എനിക്ക് പോകാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവിടെ കിടക്കാം. എതിർ ക്രിസ്തുവിനെ കാണാൻ ഇവിടെ കിടക്കാം. വായിച്ച ഭാഗം ഒന്ന് വായിച്ചേ, അടുത്ത് വായിച്ചേ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും കണ്ടോ, ഇതാണ് പ്രശ്നം. നമ്മൾ കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ശരീരത്തിന്റെ രൂപാന്തരത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. യേശുവിന്റെ വരവിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. ലോകത്തിൽ നടപാടുന്ന മാറ്റങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. സഭയ്ക്കകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എപ്പോഴും ചിന്തിക്കും. കൂട്ടു സഹോദരനും കൂട്ടു വിശ്വാസികളെ ആത്മീക നിലവാരം എന്തോന്ന് വളരെ ചിന്തിക്കും. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നു, ഈ അവസ്ഥയിൽ പോയാൽ കർത്താവിന്റെ വരവിൽ പോകുമോ എന്നുള്ള ചിന്ത എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കും. ഇത് ആത്മാവിൽ ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരെ സംബന്ധിച്ച് കർത്താവിന്റെ വരവ് ഒരു വിഷയമല്ല. അപ്പോൾ മനസ്സിലാക്കണം, അവരിൽ പരിശുദ്ധാത്മാവില്ല. പലരുടെയും പ്രസംഗത്തിൽ യേശുവിന്റെ മടങ്ങി വരവില്ല. അതിനർത്ഥം ഒരു പരിശുദ്ധാത്മാവില്ല. സഹോദരൻ, വളരെ അടുത്ത് ദൈവസഭയുടെ ആത്മീക മൂല്യച്യുതിയെ കുറിച്ച് കാണുവാൻ കാഴ്ചയില്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ പ്രസംഗം കേട്ടാൽ മനസ്സിലാക്കണം, അവരിൽ പരിശുദ്ധാത്മാവില്ല. കാരണം അവർ ആത്മാവിലുള്ളതല്ല ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ച അടുത്ത വാക്യം വായിച്ചേ. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും കഴിയത്തില്ല. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവർക്ക് മാത്രമേ ദൈവശക്തി വ്യാപരിക്കുന്നുള്ളൂ. ദൈവശക്തി വ്യാപരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. കാര്യം അവന്റെ പ്രവർത്തികളെല്ലാം ആത്മാവിലാകുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രസാദകരമായ കാര്യം എന്തെന്ന് അവൻ ആത്മാവിൽ അറിയാൻ സാധിക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. വായിച്ചേ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരുവിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. കണ്ടോ, അവിടെ വായിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ കണ്ടോ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ചിന്ത എന്താ? എന്റെ ശുദ്ധീകരണം എവിടം വരെയായി? ഞാൻ എന്തോരം ശുദ്ധീകരിക്കപ്പെട്ടു? ഇനിയും എന്റെ സ്വഭാവത്തിൽ ഏതാണ് ക്രമീകരിക്കപ്പെടാനുള്ളത്? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്നിൽ ഏതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആത്മാവുള്ളവന്റെ ചിന്ത ഇത് മാത്രമായിരിക്കും. ആത്മാവുള്ളവന്റെ ചിന്ത ഇത് മാത്രമായിരിക്കും. അത് ഏതൊക്കെ കാര്യങ്ങളിൽ ക്രമീകരിച്ചു, ഏതൊക്കെ വിഷയങ്ങൾക്ക് പൂർത്തീകരണം വന്നു, ഇനി പൂർത്തീകരണം വരേണ്ട മേഖലകൾ ഏതാണെന്നുള്ള പൂർണ്ണ ബോധ്യം ആത്മാവിനുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. ജഡത്തിലിരിക്കുന്നവർക്ക് എന്ത് തിന്നു, എന്ത് കുടിക്കും, എങ്ങനെ ഉറങ്ങും, എങ്ങനെ എഴുന്നേൽക്കും, അവന്റെ കുറ്റം, ഇവന്റെ കുറ്റം, അവന്റെ പ്രശ്നം, ഇവന്റെ പ്രശ്നം, ആ കാര്യം ഈ കാര്യം, നിന്റെ ആത്മാവിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ല. കാര്യം പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നിന്നെ കാണാൻ കഴിയത്തുള്ളൂ, നിന്റെ കുറവ് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, നിന്നെ കർത്താവ് നിന്നിൽ വസിക്കുമ്പോൾ നിന്നോട് ഇടപെടുന്ന ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവുള്ളവർക്കേ കഴിയത്തുള്ളൂ. അപ്പോൾ സ്തോത്രം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരുങ്ങണം. ഉപായത്താൽ സാത്താൻ നമ്മളെ ചതിക്കരുത്. ആമേൻ. ഉപായത്താൽ സാത്താൻ നമ്മളെ ചതിക്കാതെ വണ്ണം നമ്മൾ ദൈവകൃപയിൽ വളരുവാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. നമ്മളവിടെ വായിച്ച വാക്യം നമുക്ക് വായിച്ചു തീർത്ത് അവിടെ വായിക്കുന്നത് സ്തോത്രം, എന്നാൽ സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ കാരണം നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുള്ള ഏകാഗ്രത, പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയുള്ളൂ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടമാകാനാണ് സാത്താൻ പോരാടുന്നത്. വായിച്ചോ. നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ. സ്തോത്രം. അടുത്തത്, ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ്, ഈ വേറൊരു ആത്മാവ് ഒരിക്കലും നമ്മുടെ പാപ സ്വഭാവത്തിൽ നമുക്ക് മോചനം നൽകത്തില്ല.
മറ്റൊരു ആത്മാവ് വന്നാൽ ലോകകാര്യം പറയും, ലോകത്തിൽ ഉയർച്ച, ലോകത്തിൽ വിടുതൽ, ലോകത്തിൽ സൗഖ്യം. പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മുടെ പാപ സ്വഭാവത്തിൽ നിന്ന് അനുദിനം നമുക്ക് ജയം നൽകുവാൻ, ജയകരമായി നമ്മളെ നടത്തുവാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. മറ്റൊരാത്മാവ് എന്ത് കാര്യത്തിനും റെഡിയാ, ഏത് വഴിക്കും പോകും. ഒറ്റ കാര്യം അത് ചെയ്യാത്തുള്ളൂ, നിന്റെ ശുദ്ധീകരണം മാത്രം റെഡിയാകത്തില്ല. അവൻ പറയും വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ടില്ലേ, ഇനി കർത്താവിന് അവർ പോകുമെന്ന് അറിയത്തില്ല. അതാണ് മറ്റൊരാത്മാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് തുടങ്ങും, സ്നാനപ്പെട്ട് നിന്റെ ആ അവയവങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അവനെ മരിപ്പിക്കണം. ആമേൻ. നീ ദൈവാത്മാവിന് അനുസരിച്ച് നടക്കണം. അങ്ങനെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ നാടുകളിലും പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. ഇത് പരിശുദ്ധാത്മാവ് ഉള്ളതിന് തെളിവാണ്. പരിശുദ്ധാത്മാവില്ല മറ്റൊരാത്മാവാണെങ്കിൽ ശുദ്ധീകരണം ഒഴികെ ലോകത്തിൽ എന്തും നടക്കും. കർത്താവ് പറയും, വചനം പറയുന്നത് ക്രിസ്തുവിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണ്. നമ്മുടെ ശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. ശുദ്ധീകരണത്തിനായിട്ട് ആഗ്രഹിക്കാത്ത മറ്റൊരു അഭിഷേകം, ശുദ്ധീകരണം ആഗ്രഹിക്കാത്ത മറ്റൊരു അഭിഷേകം, മറ്റൊരു യേശു. ആമേൻ. സ്തോത്രം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ കരം